ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മനസ്സിൽ തോന്നുന്നതിലെല്ലാം എൻ്റെ ഭാവനകളല്ലേ? ഭാവനകൾ എന്നിൽ സൃഷ്ടിച്ചത് ഞാനാണോ? ഞാനാണെങ്കിൽ എനിക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാവനകളെ സൃഷ്ടിച്ചത് ആരാണ്? അത് നിലനിൽക്കുന്നത് എന്തിലാണ്? അതിനെ നശിപ്പിക്കുന്നത് ആരാണ്? ഭാവനാതീതനാകുവാൻ കഴിവുള്ള എന്നെ ഞാൻ കണ്ടെത്തണം. അവധൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ രചനയിൽ നിന്നും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സത്സംഗം ചെയ്യാൻ എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. നമ്മളിതിനു മുന്നേ ഈ മഹത് വ്യക്തിത്വത്തെ നമ്മുടെ മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൽ പരിചയപ്പെടുത്തിയതാണ്. തൃപ്പൂണിത്തുറയിലെ ഭാഗവതാലയത്തിലെ മുരളീധരൻജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. അദ്ദേഹത്തെ നമുക്ക് സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ ജി. ഭാവനയിലാണോ ലോകം നിലനിൽക്കുന്നത്, അതോ ലോകത്തിലാണോ ഭാവന നിലനിൽക്കുന്നത്? ലോകം ഭാവനയാണ്. മനസ്സിൻ്റെ ഭാവനയാണ് ലോകം. മനസ്സുണ്ടെങ്കിലേ ലോകമുള്ളൂ. അപ്പോൾ മനസ്സെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ, മനസ്സ് അന്ധക്കരണത്തിൻ്റെ ഒരു ഉപകരണമാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറയുന്നതിൽ മനസ്സ്, ചിത്തം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ലോകം എന്ന് പറയുന്ന ഭാവനയെ കാണിക്കുന്നത്. സത്യത്തിൽ ആത്മാവിൽ ഭാവനയില്ല. പക്ഷെ ആത്മശക്തി ഇല്ലാതെ മനസ്സിന് ഭാവനയെ ഉണ്ടാക്കാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഭാവന മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ഇപ്പോൾ ആചാര്യവാക്കുകൾ പറയാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, എല്ലാം സ്വപ്നതുല്യം എന്നല്ലാതെ ഒന്നും പറയുവാനില്ല. എഴുത്തച്ഛനും പറഞ്ഞിട്ടുണ്ട്. ശ്രീ ലക്ഷ്മണോപദേശത്തിൽ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ ലോകം സത്യമായിരുന്നുവെങ്കിൽ ലക്ഷ്മണ നീ ഈ ചെയ്യണതൊക്കെ ശരിയായിരുന്നു. പക്ഷേ ഈ ലോകം സത്യമല്ലല്ലോ, ഇത് സത്യമല്ല. അതുകൊണ്ട് ഇത് ശരിയല്ല നീ അങ്ങനെ ചെയ്യണത്. അതുകൊണ്ട് നമ്മൾക്ക് ധർമ്മമാണ് പ്രധാനം. അപ്പോൾ ധർമ്മം അനുഷ്ഠിക്കുക, സത്യമല്ല. അതുകൊണ്ട് ഉള്ളതിൽ ധർമ്മം അനുഷ്ഠിക്കുക. അപ്പോൾ എന്താണ് ഈ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇങ്ങനെ 3 അവസ്ഥകളേ ഉള്ളൂല്ലോ ഈ ജീവിതത്തിൽ. 4മതൊരവസ്ഥ ഇല്ല. ഉണ്ടെന്ന് ഉപനിഷത്ത് പറയണത് ബോധത്തെയാണ്, ആത്മാവിനെയാണ്. അപ്പോൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. എന്താണ് ജാഗ്രത്? ജാഗ്രത് എന്ന് പറയണത് സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചം. ഇത് ഗുരുവിൻ്റെ ആത്മോപദേശത്തിൻ്റെ ഗുരു തന്നെ പറയാറുണ്ട്, നെടിയ കിനാവിത്. ഇതൊരു നെടിയ കിനാവ്, നീണ്ട ഒരു സ്വപ്നം, അത് സ്ഥൂലമാണ്. അതേസമയം ഒരു സൂക്ഷ്മ സ്വപ്നമുണ്ട് മനസ്സിൻ്റെ. അത് ഞാനിപ്പോൾ വ്യക്തിഗതമായിട്ട് കിടക്കണം, ഞാൻ കാണുന്ന സ്വപ്നം എൻ്റെ അടുത്ത് കിടക്കുന്ന ആൾക്ക് പോലും കാണാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ കാണുന്ന സ്വപ്നം അതൊരു സൂക്ഷ്മ സ്വപ്നമാണ്. ആ സ്വപ്നം ഇതുപോലെ തന്നെ ഒരു അനുഭവത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ആ സ്വപ്നത്തിൽ നിന്നും ഞാൻ ജാഗ്രതയിലേക്ക് ഉണരുമ്പോൾ ഇതൊക്കെ സ്ഥൂലമായപ്പോൾ അതെനിക്ക് മനസ്സിലായി അത് സത്യത്തിലില്ല എന്ന്. അത് സത്യത്തിലില്ല എന്ന് ഞാൻ പറയുമ്പോഴും ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇത് ഞാനിവിടെ ഉറങ്ങിപ്പോയി എന്നിരിക്കട്ടെ, ഉറങ്ങിപ്പോയ ജാഗ്രതയും ഇല്ല. അപ്പം ജാഗ്രതയും ഇല്ല ഉറക്കത്തിൽ. എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. ഇതാണ് മാണ്ഡ്യക ഉപനിഷത്ത്. എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ. ഉറങ്ങിപ്പോയ ഒരാൾ പിന്നെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഞ്ചന സ്വപ്നം പശ്യതി, സ്വപ്നവും കാണുന്നില്ല. അപ്പോൾ സ്വപ്നം കാണുന്ന ആൾ ഉറങ്ങുകയല്ല, അയാൾ ഒരു സൂക്ഷ്മതലത്തിൽ ഉണർന്നിരുന്ന് സ്വപ്നത്തെ ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് ആ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് ഉണർന്നു വരുമ്പോൾ
അത് അസത്യം, ഇത് സത്യമായിട്ട് തോന്നുക. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ്. എന്നാലും 12 മന്ത്രങ്ങൾ ഇതിലേക്ക് ഉള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജാഗ്രതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ ആപ്നോതി ഹവൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതീയ ഏവം വേദ. അത് 9ാം മന്ത്രമാണ്. മാണ്ഡുക്യോപനിഷത്തിൽ 12 മന്ത്രമേ ഉള്ളൂ. ശ്രീരാമനോട് ഹനുമാൻ ചോദിക്കുന്നുണ്ട്, ഏത് ഉപനിഷത്ത് പഠിച്ചാൽ എല്ലാ ഉപനിഷത്തും പഠിച്ചതിന് തുല്യമാകുമോ എന്നൊരു ചോദ്യം ചോദിക്കണേന് മാണ്ഡുക്യം പഠിച്ചാൽ എല്ലാം ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാണ്ഡുക്യോപനിഷത്ത് 12 മന്ത്രമേ ഉള്ളൂ, പക്ഷേ അതിലെല്ലാ രഹസ്യങ്ങളും ഉണ്ട്. ഉപനിഷത്തുകളിലൊക്കെ രഹസ്യങ്ങൾ അവരുടെ, പക്ഷെ അത് നമുക്ക് ഈ ഇവിടെ പറയണത് ഈ ജാഗ്രത സ്ഥാനത്തിൽ എന്തെങ്കിലും വൈശ്വാനരനായിരിക്കുന്ന ആ ആത്മാഭാവത്തിൽ നമ്മളുടെ സ്വപ്നങ്ങൾ സത്യമായിട്ട് നമുക്ക് തോന്നും. ഇപ്പം എനിക്കൊരു പെര വെക്കണമെന്ന് ഞാൻ സ്വപ്നം കാണണം അവിടെ സൂക്ഷ്മ ശരീരത്തിൽ. എങ്ങനെ വേണം, ഇങ്ങനെ ഒരു പൂജാമുറി വേണം, അപ്പുറത്ത് ബെഡ്റൂം, അത് ഇതൊക്കെ അടുക്കള, അതിങ്ങനെയൊക്കെ കാണും. ഇങ്ങനെ ഞാൻ ഭാവന ചെയ്താലും അതെനിക്ക് അനുഭവിക്കാൻ സ്വപ്നത്തിൽ അനുഭവിച്ചാലും ജാഗ്രതയിലായിരിക്കും, സ്വപ്നത്തിലില്ല. അതേസമയം ജാഗ്രതയിൽ ഞാനിത് പണിത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കിതുണ്ട്. പക്ഷെ ജാഗ്രതയിൽ നിന്ന് ഞാൻ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഇതൊന്നുമില്ല. ഇനി സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ഇതുമില്ല. സ്വപ്നത്തിൽ വേറെ, ജാഗ്രതയിൽ വേറെ. ഞാൻ ചോദിക്കട്ടെ, സ്വപ്നത്തിൽ എനിക്കൊരു ശരീരമുണ്ട്, ജാഗ്രതയിൽ ഈ ശരീരമുണ്ട്, സുഷുപ്തിയിൽ എനിക്ക് ശരീരമില്ല. സുഷുപ്തിയിൽ ഞാനില്ല, ലോകമില്ല. ഞാനുണ്ടോയെന്നും എനിക്കറിയില്ല. ഉറങ്ങി എണീറ്റതിന് ശേഷമല്ലേ അറിയണം ഞാൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് സുഷുപ്തിയിലുമില്ല, സ്വപ്നത്തിലുമില്ല ഈ ശരീരം. സ്വപ്നത്തിലുള്ള ശരീരം ജാഗ്രതയിലുമില്ല. സ്വപ്നം തീരുമ്പോൾ ആ ശരീരം സ്വപ്നത്തോടുകൂടി ഇല്ലാണ്ടായി, ലോകവും ഇല്ലാണ്ടായി. അപ്പോൾ അത് സത്യമല്ല, അത് ഭാവനയാണെന്ന് ഒരു സ്വപ്നം, എല്ലാം സ്വപ്ന തുല്യം എന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്ന് പറയാലോ. നമ്മുടെ സൂക്ഷ്മ സ്വപ്നം അത് വിവിക്ത സ്വപ്നം എന്ന് പറയും. എനിക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും അത് ഷെയർ ചെയ്യാൻ പോലും, അത് ഒരു വീഡിയോയിൽ എടുത്തിട്ട് കാണിക്കാൻ കൂടി സാധ്യമല്ല. അതേസമയം ഇതിൽ എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ആളെ വേണമെങ്കിൽ കാണിക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഉറങ്ങിപ്പോയി, അൺകോൺഷ്യസായി എന്നിരിക്കട്ടെ, അപ്പോഴും ഈ ലോകം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമില്ല. അപ്പോൾ ഏതാണ് സത്യം? സ്വപ്നമാണോ സത്യം? ജാഗ്രത ആണോ സത്യം? സുഷുപ്തിയാണോ സത്യം? ഇത് മൂന്നും മാറിക്കൊണ്ടിരിക്കുന്നത് സത്യമല്ല. മാറ്റമുള്ളത് സത്യമല്ല. സത്യത്തിനൊരിക്കലും മാറ്റമില്ല. അപ്പോൾ ഒരു കാര്യം ഇതിൽ മാണ്ഡുക്യോപനിഷത്ത് പറയണത്, മാറ്റമില്ലാതെ ഇരിക്കുന്ന ആളാരാ? ജാഗ്രതയിൽ ഇരിക്കണ ഈ അറിഞ്ഞുകൊണ്ടിരിക്കണ ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്. സ്വപ്നത്തിലെ ഞാൻ തന്നെയാണ് ഉറങ്ങിപ്പോയത്. ഉറങ്ങിപ്പോയിട്ട് ഉറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങണുണ്ടെന്ന്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഇന്നലെ ഒന്നും അറിഞ്ഞില്ല. അപ്പം ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ഞാനല്ലാതെ വേറെ ആരാ അറിഞ്ഞ? വേറെ ആരുമില്ല അറിയാം. അപ്പോൾ എത്ര ഞാനുണ്ട്? ഒരു ഞാനുള്ളൂ. ഉറങ്ങിപ്പോയ ഞാനുണ്ട്, സ്വപ്നം കണ്ട ഞാനുണ്ട്, ജാഗ്രതയിൽ ഉണർന്നിപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ, അപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണ ഞാനുണ്ട്. ഇതിലേത് ഞാനാണ് ഒറിജിനൽ? ഈ 3 ഞാനും ഒറിജിനൽ ഒരാളാണ്. പക്ഷെ ഇത് 3 അവസ്ഥകളാണ്. ജാഗ്രത അവസ്ഥ, ഇത് ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ഈ 3 അവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെ സാക്ഷിയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശുദ്ധ ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നെസ്സാണ്, അവെയർനെസ്സാണ് ഞാനെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലേ, ഇതിൽ ഒരു ഡെഫിനിഷൻസൊക്കെ നല്ല ബ്യൂട്ടിഫുൾ. ഇന്ന് മോഡേൺസ് ആളുകൾക്ക് ഇതുപോലെ എന്താണ് ഉറക്കം? ഉറക്കത്തെക്കുറിച്ച് ഈ മാണ്ഡുക്യോപനിഷത്ത് പറഞ്ഞ പോലെ മനോഹരമായിട്ട് ആരും ഇതുവരെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. എത്ര സുപ്തോ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം.
സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവ ആനന്ദമയോ ഹി ആനന്ദമുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയ പാദ. മൂന്നാമത്തെ പാദമാണ് ഉറക്കം. ഈ ഉറക്കവും മരണവും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെത്ത് എന്ന് പറയണതിൽ ഞാനില്ല. ഒരു ഇത് അൺകോൺഷ്യസ്നെസ് ആണ് അവിടെ. കോൺഷ്യസ്നെസ് മറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും, പക്ഷെ കോൺഷ്യസ്നെസ് മറഞ്ഞിട്ടില്ല. അൺകോൺഷ്യസ് കൊണ്ട് ഞാൻ അറിയണില്ല. അപ്പോൾ അതിന് പറയും കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് നാരായണ ഗുരു ഒരു ഗദ്യകൃതിയിൽ എഴുതി വച്ചിരിക്കുക. ഗദ്യപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ദൈവദശകം പോലെ ഫേമസ് ആണത്. പക്ഷേ ഈ ഗദ്യപ്രാർത്ഥന സർവവേദാന്ത സാരസംഗ്രഹത്തിൻ്റെ സത്താണ്. കാണപ്പെടുന്നതൊക്കെ ഇപ്പം ഏതൊക്കെ ഇത് കാണപ്പെടുന്ന സ്ഥൂലം, ഇത് സ്ഥൂലമാണ്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സ്വപ്നം സൂക്ഷ്മം, കാണപ്പെടുന്നതൊക്കെ പോലെ സ്ഥൂലം സൂക്ഷ്മം, കാരണം. ഈ കാരണം എന്ന് പറയണതാണ് സുഷുപ്തി. അവിടെ ഈ സുഷുപ്തിയിൽ നിന്നാണ് സ്വപ്നം ഉണ്ടായത്, സ്വപ്നത്തിൽ നിന്നാണ് ജാഗ്രത ഉണ്ടായത്. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടായിട്ട് തോന്നണം. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 100 പൈസയാണ് 1 രൂപ. 100 പൈസ 1 രൂപ. ഏകദേശം ഞാനൊരു അപ്രോക്സിമേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ഇത് കറക്റ്റ് അങ്ങനെ 25 പൈസയാണ് ജാഗ്രത. 25 പൈസയാണ് ജാഗ്രത എങ്കിൽ 50 പൈസയാണ് സ്വപ്നം. 50 പൈസ സ്വപ്നം, 75 പൈസ സുഷുപ്തി. അപ്പോൾ 100 പൈസ എന്ന് പറയണത് ഫുൾ ബോധം, ആത്മാവ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 100 എന്ന് പറയുമ്പോഴേക്ക് അത് എറ്റേണലാണ്, ആദ്യവും അന്തവും ഇല്ലാത്തതാണ് ബോധം എന്ന് പറയുന്നത്. അതൊന്നേ ഉള്ളൂ, രണ്ടില്ല. അതാണ് അദ്വൈതം, രണ്ടാമതൊന്നില്ലാത്തത്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു 75% ഒരു അൺകോൺഷ്യസ്നെസ്സിൽ അതിൽ നിന്നുണ്ടാകുന്ന സ്വപ്നം ഘനീഭവിച്ച് വരുന്ന 25% ജാഗ്രത. അപ്പോൾ ഏറ്റവും ചെറുതാണ് ജാഗ്രത. നമ്മൾ ഈ കാണുന്നത് ഈ അഖണ്ഡമായി ഈ പ്രപഞ്ചം, ഇവരൊക്കെ നാസയിലും അവരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ VSSC ഒക്കെ അതൊക്കെ പറയണ ലോകമുണ്ടല്ലോ, എത്ര ഡയമെൻഷൻ, 14 ഡയമെൻഷൻ ഉണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഡയമെൻഷൻ ഉണ്ട്? ഇപ്പം ശരിക്കും 2 ഡയമെൻഷൻ ആളുകൾ പറയണത് അല്ലേ? പക്ഷെ 2 ഡയമെൻഷനിലേക്ക് നമുക്ക് ശരിക്കും 5 ഡയമെൻഷൻ ഉണ്ട്. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ. അത് സയൻറ്റിസ്റ്റുകൾ ഇപ്പോഴും അത് പറഞ്ഞിട്ടില്ല. അവരിപ്പോൾ ഇവിടെ സോമനാഥ് പറഞ്ഞത് 2 ഡയമെൻഷനാണ് പറഞ്ഞത്. ശരിക്കും 5 ഡയമെൻഷനും ഇല്ലേ അല്ലേ? ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്. അപ്പോൾ ഈ 5 ഡയമെൻഷനിലൊരു സിനിമയാണ് ഒരു ജാഗ്രത നമ്മൾ അനുഭവിക്കുന്നത്. ഇത് സ്വപ്നത്തിലുമുണ്ട്. പക്ഷേ സ്വപ്നത്തിലെ 5 ഡയമെൻഷൻ സ്വപ്നം നമ്മൾ കണ്ടാലും നമുക്ക് ഒരു ലഡു തിന്നാലും തൃപ്തി വരില്ല. അതിൻ്റെ അല്ലേ? വെള്ളം കുടിച്ചാലും ദാഹം വരും, വെള്ളം കുടിച്ചാലും തൃപ്തി വരില്ല. എന്താ കാരണം? ദാഹവും വിശപ്പും ഒക്കെ സ്ഥൂല ശരീരത്തിനാണ്, പ്രാണമയ കോശത്തിനും അന്നമയ കോശത്തിനാണ്. അപ്പോൾ അന്നമയ കോശത്തിനും പ്രാണമയ കോശത്തിനും വിശപ്പുള്ളതും ദാഹമുള്ളതും അത് ഇതിൻ്റെ സ്വപ്നത്തിലെടുത്ത് കാണിക്കുമ്പോൾ, സ്വപ്നത്തിലെടുത്ത് കാണുമ്പോൾ ഇത് വിശക്കുമ്പോഴാണ് അവിടെ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾ ഒരു വെള്ളം കുടിച്ചാലും ഈ ദാഹം മാറില്ല. അതേസമയം ഇതിലേക്ക് ഇറങ്ങി വന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് സാധാരണ. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, എത്ര മൂത്രം ഒഴിക്കാൻ പറ്റിയാലും ഉറക്കത്തിൽ നിന്ന് എണിക്കില്ലേ? അതേസമയം ഉറക്കത്തിൽ നിന്ന് എണിക്കാണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അവിടെ പോയി മൂത്രം ഒഴിക്കണം, ഇവിടെ പോയി മൂത്രം പോയിട്ട് തൃപ്തിയും വരില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വപ്നത്തിൽ ശരീരം മൂത്രമൊഴിക്കാൻ ശ്രമിക്കുക. സ്വപ്നത്തിലെ ശരീരത്തിന് മൂത്രമൊഴിക്കേണ്ട കാര്യമില്ല, സ്ഥൂല ശരീരത്തിനാണ് മൂത്രമൊഴിക്കേണ്ടത്. അപ്പോൾ സ്ഥൂല ശരീരം പെട്ടെന്ന് എണിക്കുക, എണിച്ചിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു, മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്വസ്ഥമായിട്ട് ഒന്ന് നടന്നു. അപ്പോൾ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം ഇതൊക്കെ വേർതിരിച്ച് പറയണം എന്നല്ലാണ്ട് ഇതെല്ലാം വൺ എൻറ്റിറ്റിയാണ്. അത് ഭാവനയുടെ ഭാവമായിട്ട് തന്നെ. പക്ഷെ ഇത് 3 ചേർന്നിരിക്കുമ്പോഴാണ്
ഇതാണ് ഇത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒരെണ്ണം ഉള്ളതുപോലെ ഇങ്ങനെ കാണിക്കുന്ന വൈഭവത്തിനാണ് മായ എന്ന് പറയണത്. മായ എന്ന് പറയേണ്ടി വരണത് ഇതുകൊണ്ടാണ്. അത് നീയല്ലോ മായയും മായാവിയും മായാ വിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. അപ്പം മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. അപ്പം ഇല്ലാത്തത് ഉണ്ട് എന്ന് നമ്മളെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിവിശേഷം ഈ ആത്മാവിനുണ്ട്. അതിനെയാണ് ആത്മാവിൻ്റെ ശക്തിയായിരിക്കുന്ന മായ എന്ന് പറയുന്നത്. ഈ മായയാണ് മൂലപ്രകൃതിയായിട്ട് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ആത്മാവിനെന്താ ഇതിൻ്റെ പങ്ക്? സത്യത്തിൽ ആത്മാവ് വെറും സാക്ഷി മാത്രമാണ്. നോക്കിക്കേ, ജാഗ്രത ഞാനിപ്പോഴും സാക്ഷിയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. സ്വപ്നം ഞാൻ സാക്ഷിയാണ്. സ്വപ്നം നടന്നുകൊണ്ടിരിക്കുക. സ്വപ്നത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ചത്തുപോണായിട്ട് സ്വപ്നം കാണും, മരിച്ചു കിടക്കണായിട്ട് കാണും, എൻ്റെ ഡെഡ് ബോഡി ഇവിടെ കിടക്കണ ഞാൻ കാണും. പക്ഷെ അവിടെ ഞാൻ സാക്ഷിയാണ്. പക്ഷെ ജാഗ്രതയിൽ നമ്മൾ ചില സമയത്ത് അങ്ങനെ വരും. എല്ലായിടത്തും സാക്ഷി മാത്രമാണ്. അപ്പോൾ സുഷുപ്തിക്കും ഞാൻ സാക്ഷിയാണ്, സ്വപ്നത്തിനും സാക്ഷിയാണ്, ജാഗ്രതത്തിനും സാക്ഷിയാണെങ്കിൽ ഞാൻ ആരാ? ഐ ആം ദ വിറ്റ്നസ്സർ. അപ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്യുന്ന ഒരു പ്യുവർ കോൺഷ്യസ്നെസ് മാത്രം. ഈ പ്യുവർ കോൺഷ്യസ്നെസ്സാണ് ഞാൻ. അഹം ബ്രഹ്മ. ഇതിനെയാണ് ഈ കോൺഷ്യസ്നെസ്സിനെയാണ് ബ്രഹ്മമെന്ന് ഉപനിഷത്ത് പറയണത്. അറിവെന്ന് എഴുത്തച്ഛനും നാരായണ ഗുരുവൊക്കെ മലയാളത്തിൽ അതിനെ വേദം എന്നുള്ള വാക്ക് മലയാളത്തിലേക്കാക്കിയതാണ് അറിവ്. ഈ വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ്സാണ്, അറിവാണ്. ഇതാണ് ബ്രഹ്മം. അപ്പോൾ അഹം ബ്രഹ്മ അസ്മി എന്ന് പറയും. നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ പറയാം. അഹം ബ്രഹ്മ അസ്മി എന്ന് വെച്ചാൽ ഐ എം കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്, പ്യുവർ അവയർനെസ് എന്നാണ് അർത്ഥമുള്ളൂ. അപ്പോൾ ഇതാണ് പരമസത്യം. പക്ഷെ ഇതിൽ ജഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിലില്ല ഉലകം. അദ്വൈത ദീപികയിൽ നാരായണ ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സത്യത്തിലില്ല ഉലകം. അപ്പോൾ ശങ്കരാചാര്യനും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ. എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം സ്വപ്ന തുല്യമെന്ന. എഴുത്തച്ഛനും അധ്യാത്മരാമായണത്തിൽ ശ്രീരാമൻ്റെ ഉപദേശമായിട്ടാണൊക്കെ കാണിക്കുന്നത്. ശ്രീരാമനാണ് അവിടെ അവതാരപുരുഷൻ, ബ്രഹ്മം തന്നെ സ്വരൂപം എടുത്ത് വന്നിട്ട് ഉപദേശം കൊടുക്കും. അവിടെ അദ്ദേഹത്തൊക്കെ സ്വപ്നം എന്നല്ലേ പറയണേ. ഇത് സർവ്വസത്യമല്ല. അപ്പം ഇത് ഭാവനയല്ലേ? ഈ ഭാവനയിൽ പെട്ട് കടന്ന് കളിക്കുന്നതുകൊണ്ടാണ് രസമാണ് ഇതൊക്കെ. എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു ഭാവനയുള്ള ശരീരം എടുത്ത് വന്നത്? ഇത് ചോദ്യം വരില്ലേ? അപ്പോൾ ബ്രഹ്മം സെൽഫ് സഫിഷ്യൻ്റ് അല്ലയോ? എന്തിനീ പ്രപഞ്ചം ഉണ്ടാക്കിയത്? എന്തിനാ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാക്കിയത്? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആത്മാവിൽ നിന്ന് വേറെ ആയിട്ട് വല്ല, നീയല്ലോ സൃഷ്ടിയും, സൃഷ്ടി നീ തന്നെ, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും, ഇതിനിങ്ങനെയൊക്കെ സൃഷ്ടിച്ചത് സ്രഷ്ട, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, അതായത് മെറ്റീരിയൽസൊക്കെ നീ തന്നെ എല്ലാം. അപ്പോൾ സർവം ബ്രഹ്മമയമായില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ സത്യത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ സൃഷ്ടി എന്ന് പറയണത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്ത് പറയും സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഈ കാണുന്നതോ? ഈ കാണുന്നത് മായയുടെ വൈഭവമാണെന്ന് പറയും. അതാണ് സത്യത്തിലില്ല ഉലകം, അല്ലെങ്കിൽ ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ എന്ന് പറയുന്നതിൻ്റെ രഹസ്യം. ഇത് സനാതനധർമ്മം അല്ലെങ്കിൽ അദ്വൈത വേദാന്ത ശാസ്ത്രം ശരിക്കും പഠിച്ചാലേ ഇതിൻ്റെ രഹസ്യം മനസ്സിലാവുള്ളൂ. സത്യത്തിൽ ഈ ലോകം ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തിനൊരു ചീത്തപ്പേര് വരും. എന്താ കാരണം? ദുഃഖം ഒഴിഞ്ഞിട്ടൊരു നേരവും ഇല്ല. ഒരു തൃപ്തി എന്ന് പറയുന്നത് ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചാലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ അവതാര പുരുഷന്മാരുടെ അടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും അവർ തൃപ്തി അടഞ്ഞോ എന്ന് നമുക്ക്, അവർ ഇപ്പോൾ ശ്രീരാമൻ്റെ ജീവിതത്തിലും ദുഃഖമുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമുണ്ടെങ്കിലും കൃഷ്ണൻ ദുഃഖിക്കണില്ല. വ്യാസൻ അങ്ങനെ കൃഷ്ണനെ അവതരിപ്പിച്ചേക്കണം.
പക്ഷേ വാൽമീകി രാമനെ അവതരിപ്പിച്ചപ്പോൾ രാമൻ ദുഃഖിക്കുന്നുണ്ട്. ദുഃഖിക്കുമ്പോഴും രാമൻ ദുഃഖിക്കുന്നില്ല. അതിലെ ഉപദേശങ്ങളൊക്കെ വരണ സ്ഥലത്ത് രാമൻ പറയും, ഉള്ളിൽ അദ്ദേഹം ദുഃഖിക്കുന്നില്ല. പക്ഷെ ഇതൊരു ലീലയുടെ ഭാഗമാണ് എന്നുള്ള വാതിൽ. എന്തിനാ അപ്പോൾ ഇതിങ്ങനൊരു ലീല ആടണത്? അതിന് ആത്മോപദേശത്തിൽ ഗുരു ഒരു മന്ത്രം പറയുന്നുണ്ട്, അറിവ് നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ മറിയും അവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയും അലാതെ സമം തിരിഞ്ഞിടുന്നു. അറിവ്, ആത്മാവ്, പ്യുവർ കോൺഷ്യസ്നസ്, ബ്രഹ്മം, അറിവ്. ആ അറിവ് നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി, തൻ്റെ സ്വരൂപത്തെ അറിയാനായിട്ട്, അറിവ് നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാതെ സമം തിരിഞ്ഞിടുന്നു. എത്ര 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 എന്താ പറയുക, സിമ്പിളായിട്ടാണ് ഗുരു ആ രഹസ്യം എന്തിനാണ് സൃഷ്ടിച്ചത് എന്നുള്ള എനിക്ക് ചോദ്യത്തിനുള്ള മറുപടി. അത് എന്തിനാ ഇങ്ങനെ ഒരു ലോകത്തെ സൃഷ്ടിച്ചത്? അത് സൃഷ്ടിച്ചതിന് കാരണം ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ കൽക്കണ്ടത്തിന് മധുരമാണ്. കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ മധുരമാണ്, സ്വീറ്റ്നെസ്സാണ്. അത് നാവ് കൊണ്ട് അറിയേണ്ടതാണ്. അപ്പോൾ അത് കാണാം, നമുക്ക് 5 ഡയമെൻഷൻ ഉണ്ട്. കാണാം, തൊടാം, അല്ലേ, മണക്കാം. പക്ഷേ നാവിലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ശബ്ദസ്പർശ രൂപരസം കടിക്കുമ്പോൾ ഒരു, അല്ലേ, നാവിലിട്ട് കടിച്ചിട്ട് നാവിലിട്ട് അലിച്ചുമ്പോൾ ഒരു രസമുണ്ട്. ഈ കൽക്കണ്ടത്തിന് മധുരം എന്താണെന്ന് അറിയുമോ? കൽക്കണ്ടം മധുരമാണ്. പക്ഷെ കൽക്കണ്ടത്തിന് ഞാൻ മധുരമാണെന്ന് അറിയണമെങ്കിൽ കൽക്കണ്ടത്തിന് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. എനിക്കറിയാം. എന്താ കാരണം? എനിക്കിങ്ങനൊരു ശരീരം, ജാഗ്രതത്തിലെ ഈ ശരീരത്തിലെ നാവ് എന്ന് പറയണ അതിൽ സ്വാദ് അനുഭവിക്കാം. അപ്പം ബ്രഹ്മത്തിനെ അനുഭവിക്കണമെങ്കിൽ ഒരു മനുഷ്യ ശരീരം എടുത്തിട്ട് വരുമ്പോഴാണ് ബ്രഹ്മത്തിനറിയാൻ സാധിക്കുള്ളൂ. ബ്രഹ്മം എന്ന് എന്താണ്? ആനന്ദക്കടൽ, ആനന്ദമാണ്, ശുദ്ധ ആനന്ദം, ബ്രഹ്മാനന്ദമാണത്. അപ്പം ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ പല ശരീരങ്ങളെയും സ്രഷ്ടാവ് സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയും. ഒരു ഉപനിഷത്തിന് അങ്ങനെ, ഐതിഹ്യോപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, പലതും സൃഷ്ടിച്ചിട്ട് സ്രഷ്ടാവ് തൃപ്തനായില്ല. എന്താ കാരണം? ഞാൻ സൃഷ്ടിച്ച ഈ ജീവജാലങ്ങളൊന്നും എന്നെ തിരിച്ചറിയണില്ല. അപ്പം ഞാൻ ആനന്ദസ്വരൂപിയാണ്. ആനന്ദസ്വരൂപിക്കിനെ സൃഷ്ടിക്കുകയുള്ളൂ. പിള്ളേർ കളിക്കണമെന്തിനാ? ഒരാൾ പെയിൻറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരാൾ പ്രതിമ ഉണ്ടാക്കണമെന്നുണ്ട്, ഒരാൾ വലിയൊരു കൊട്ടാരം പണിയണമെന്നുണ്ട്. അപ്പം അയാളുടെ ആനന്ദത്തിന് അയാൾ എൻജോയ് ചെയ്യണത്. കുട്ടികൾ കടപ്പുറത്ത് മണ്ണ് കൊണ്ടിട്ട് പലതരത്തിലുള്ള കാസ്റ്ററ്റ്സ് ഉണ്ടാക്കും. എന്തിനുണ്ടാക്കണത്? അത് അവൻ്റെ ഉള്ള ആ സർഗവൈഭവമാണ്. അപ്പോൾ അവൻ ആനന്ദിക്കുക. ഇത് കളിക്കണ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞാലോ അതൊക്കെ തട്ടി മണ്ടി സൃഷ്ടിച്ച് സമകാരം ഒറ്റയടിക്ക് കളിച്ചു. അതുപോലെ ഈ അറിവ്, ആത്മാവ്, അതിൻ്റെ ആനന്ദാനുഭൂതി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടിയെ ഇല്ല സത്യത്തിൽ ഉണ്ട് എന്ന പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ താനൊരു ശരീരങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് പല ശരീരങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ മനുഷ്യ ശരീരത്തിൽ വരുമ്പോൾ ആണ് ഈ സാധനത്തെ, ഞാൻ ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം അറിവായി തന്നെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആരായി? നാം ശരീരമല്ല, അറിവാകുന്നു. അപ്പോൾ ഈ അറിവിന് തൻ്റെ നിജസ്ഥിതി, തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയാൻ വേണ്ടിയിട്ടാണ് ധര എന്നുവെച്ചാൽ ഭൂമി, ധര മുതലായ പഞ്ചഭൂതങ്ങളായിട്ടുള്ള പഞ്ചപ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിലും പല ശരീരങ്ങൾ, സൂര്യചന്ദ്ര, പശുപക്ഷി, മനുഷ്യ, മൃഗാദികളൊക്കെ ഉണ്ടായാലും അതിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട്, വെറും മനുഷ്യനായിട്ട് ജനിച്ചിട്ടും കാര്യമില്ല, തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ജനിച്ചിട്ടും സാത്വിക ബുദ്ധിയിലേക്ക് ഉണർന്നിട്ട് തന്നെപ്പോലെ ഈ സത്യം അറിഞ്ഞ ഒരു ഗുരുവിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ട്, തിരിച്ചറിയൽ പ്രധാനമാണ്. ആ ഗുരുവിൽ നിന്ന്
തൻ്റെ പറയുമ്പോൾ ഞാൻ ഇത് തന്നെയാണല്ലേ എന്ന് വെച്ചാൽ ഗുരു നമ്മുടെ മുമ്പിലൊരു കണ്ണാടി കാണിക്കുക. ഇപ്പോൾ ശങ്കരാചാര്യർ കണ്ണാടി കാണിക്കുന്നുണ്ട് അല്ലേ, ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ. അപ്പോൾ ആ ആത്മാവാകുന്ന കണ്ണാടിയെ നമ്മൾ കാണിച്ച് നമ്മുടെ സ്വരൂപത്തെ വെളിപ്പാക്കി തന്നപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ. നമ്മുടെ 4 മഹാവാക്യങ്ങൾ ഈ വേദത്തിന് 4 വാക്യങ്ങളുണ്ട് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഋഗ്വേദം യജുർവേദം എന്നൊക്കെ വ്യാസനെ 4 അതിലേറ്റവും പ്രധാനപ്പെട്ട 4 മന്ത്രങ്ങളുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം ബ്രഹ്മം എന്ന് വെച്ചാൽ പ്രകർഷേണ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബോധം തന്നെയാണ് ബ്രഹ്മം. അതല്ലേ പ്രജ്ഞാനം ബ്രഹ്മ. അത് ഞാൻ സ്വയം അപ്പോൾ ഈ പ്രജ്ഞാനമാണ് ഈ സ്വപ്നം കാണുന്നത്, ഈ പ്രജ്ഞാനമാണ് ഈ ജാഗ്രത കാണുന്നത്, ഈ പ്രജ്ഞാനമാണ് ഈ സുഷുപ്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി. ഞാൻ ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തിയെ ജാഗ്രതത്തിനെ കണ്ടത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ സ്വപ്നത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ സുഷുപ്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഞാനാരാണ്? അഹം ബ്രഹ്മാസ്മി. വളരെ സിമ്പിളാണ്, അറിഞ്ഞ വളരെ സിമ്പിളാണ്. അപ്പോഴാണ് എൻ്റെ അടുത്തൊരാൾ വന്നിട്ട് ചോദിക്കുക ഞാൻ ആരാണ്, എന്താണ്. ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കേണ്ട 2 ചോദ്യമേ ഉള്ളൂ. കോ അഹം കുതോ ജഗതിഥി. ഞാൻ ആരാണ്, ഈ ജഗത്ത് എവിടെ നിന്നാണ്. പലരും പല ആവശ്യങ്ങൾക്ക് ഗുരുവിന് അതല്ല, ശരിക്കും ഗുരുവിൻ്റെ അടുത്ത് വരേണ്ട ആൾ ഞാൻ ആരാണ്, ഇതെന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടവനാ. അത് ഗുരു ഒരു ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന് പറഞ്ഞിട്ടൊരു കൃതി തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നാരായണ ഗുരുവിനൊക്കെ കിട്ടിയിട്ട് ഇത് ജനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതാണ് കാരണം. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്, നിത്യ അനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ് വിദ്വാനത്ര ശമാതി ഷട്കലസിത സ്യാൻ മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോ അഹം കുതോ ജഗതിഥി സ്വാമിൻ വദത്വം പ്രഭോ. അപ്പോൾ നിത്യാനിത്യ വിവേകമുണ്ടായതിന് ശേഷം ഒരു ഗുരുവിനെ സമീപിക്കുന്നതിന് മുമ്പ് ഒരു ശിഷ്യനൊരു ക്വാളിറ്റീസ് വേണം. എന്താ ക്വാളിറ്റീസ്? നിത്യം എന്താണ്, അനിത്യം എന്നുള്ളത് തിരിച്ചറിയണം. നിത്യാനിത്യ വിവേകതോഹി നിതരാം. അത് കണ്ടിന്യൂസ് ആയിട്ട് വേണം അറിഞ്ഞുകൊണ്ടിരിക്കണം. എന്താണ് നിത്യം, എന്താണ് അനിത്യം. അപ്പോൾ ഈ ലോകത്ത് അനിത്യമുള്ളതിനെ പെട്ടെന്ന് നമുക്ക് കാണപ്പെടുന്നതൊക്കെയും അനിത്യം, കാണുന്നവൻ നിത്യം. ശരിയല്ലേ? സ്വപ്നം കണ്ട ഞാൻ, സ്വപ്നം അനിത്യം, സ്വപ്നം കണ്ട ഞാൻ നിത്യം, ജാഗ്രത കണ്ടുകൊണ്ടിരിക്കണ ഈ ജാഗ്രത അനിത്യം. എന്ന് വെച്ചാൽ ഇത് ഞാൻ സ്വപ്നത്തിലേക്ക് ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതില്ല, അപ്പോഴും ഞാനുണ്ട്. അപ്പം ഞാൻ നിത്യ. എൻ്റെ നിത്യാനിത്യ വിവേകം വളരെ സിമ്പിളാണ്. അപ്പോൾ ധാരാളം വിസ്തരിക്കുന്നുണ്ട്, ശങ്കരാചാര്യരൊക്കെ ധാരാളം വിസ്തരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും തുടക്കക്കാർക്ക് അത് ആവശ്യമാണ്. പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നിത്യ അനിത്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ദ്രഷ്ടാവ് നിത്യം, ദൃശ്യം അനിത്യം, എല്ലാം പോയില്ലേ. അനിത്യം എന്ന് പറയുമ്പോൾ തന്നെ മിഥ്യയില്ലേ, സത്യത്തിൽ ഇല്ല എന്നുള്ളത് തെളിഞ്ഞില്ലേ. ഇത് അറിഞ്ഞിട്ട് ഒരാൾ കൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് എല്ലാവരും നിത്യ അനിത്യ വിവേകദോഹി നിതരാം. നിതരാം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലായിട്ട് ഇത് അറിഞ്ഞുകൊണ്ടിരിക്കണേ. ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. നിർവേദമാപദ്യ സദ് വിദ്വാൻ. നിർവേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നും അറിയാനില്ല, നിത്യമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ അനിത്യമാണ്. അനിത്യം ഒരിക്കലും സുഖിപ്പിക്കില്ല. അനിത്യ വസ്തുക്കളെ കൊണ്ട് നിത്യസുഖം ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പം അനിത്യ വസ്തുക്കളെ കൊണ്ട് നിത്യസുഖം ലഭിക്കില്ലാത്തത് കൊണ്ട് നിത്യമായിരിക്കുന്ന എനിക്ക് ദുഃഖവും ഒഴിയണില്ല. എന്തു ചെയ്യും? അത് പ്രോബ്ലം വന്ന്. അപ്പോൾ അനിത്യമായുള്ളത് ആണ് ഈ ജഗത്ത് നിന്നപ്പോൾ നിർവേദമായി. നിർവേദമാപദ്യ സദ്വിദ്വാൻ. അയാൾ അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞു. സദ്വിദ്വാൻ, സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു അയാൾ. സദ്വിദ്വാൻ ശമാതി ഷട്കലസിത. ശമം ദമം മുതലായിട്ടുള്ള ആ 6 ഗുണങ്ങളിൽ പൂർണ്ണനായി തീരും അയാളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്. അത് അയാളത് അനുഷ്ഠിക്കൊന്നും വേണ്ട. ശമാതി ഷട്ക ലസിത. ലസിത ആ
6 ആ യമനിയമ ആസന അതിലൊക്കെ എന്താണ് സമാധി ഗുണങ്ങൾ അതിലൊക്കെ അയാൾ നിഷ്ഠനായിട്ട് തീർന്നിട്ട് അയാൾ അതിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ലസിതഃ സ്യാൻ മുക്തികാമോപവി. അപ്പോൾ എനിക്ക് ഈ ആത്യന്തികമായിട്ട് ഈ അസംതൃപ്തിയിൽ നിന്നും ഈ ദുഃഖത്തിൽ നിന്നും എനിക്ക് മോചനം വേണം. എന്താ കാരണം? ശരീരമുണ്ടോ തീർച്ചയായിട്ടും ദുഃഖവും അസംതൃപ്തിയും നമ്മളെപ്പോഴും, അത് ശ്രീകൃഷ്ണനായാലും ശരി, ശ്രീരാമനായാലും ശരി, ശങ്കരാചാര്യായാലും നാരായണ ഗുരു ആയാലും ശരി, അസംതൃപ്തി നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും? സ്യാൻ മുക്തികാമോഭവി. ഇപ്പോൾ എനിക്ക് മുക്തി വേണം. അപ്പോൾ മുക്തി വേണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലേണ്ടത്. ഞാൻ മുക്തികാമോഭവി പശ്ചാത്, ഇതിന് ശേഷം. പശ്ചാത് ബ്രഹ്മവിദുത്വമം, ബ്രഹ്മത്തെ അറിഞ്ഞവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ബ്രഹ്മവിദു ഉത്തമം, ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബ്രഹ്മവിദുത്വമം ഗുരും, അല്ലേ? പശ്ചാത് ബ്രഹ്മവിദുത്വമം നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാൻ അത്ര സമാധിഷട്കലസിതഃ സ്യാൻ മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്വമം പ്രണതി സേവാദ്യൈഹി. ഒരു വാക്കോടെ വെച്ചിട്ടുണ്ട്, പ്രണതി സേവാദ്യൈ. ഗുരുവിൻ്റെ അടുത്തിട്ട് കൽപ്പിക്കാൻ ചെല്ലരുത്, പറഞ്ഞു തരുമൊന്നുമല്ല. പ്രണതി സേവാദ്യൈഹി, പ്രണാമങ്ങളോടുകൂടി ഗുരുവിന് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്തു കൊടുത്ത് ഗുരുവിനൊരു നമ്മളോടൊരു കാരുണ്യം തോന്നണം, ഒരിഷ്ടം തോന്നണം. പ്രണതി സേവാദ്യൈഹി പ്രസന്നം ഗുരും പൃച്ഛേത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ചെന്ന് ചോദിക്കരുത്. പ്രസന്നം ഗുരു പ്രസന്നവദനായിട്ടിരിക്കുമ്പോൾ ചെന്ന് ചോദിക്കും. ഇപ്പോൾ ശ്രീരാമൻ ഒരു സമയത്ത് ഇങ്ങനെ പ്രസന്നവദനായിട്ടിരിക്കുമ്പോഴാണ് വനത്തിൽ വെച്ചിട്ടാണ് ലക്ഷ്മണന് മനസ്സിലായി ഈ സമയത്താണ് അന്ന് ചോദിക്കേണ്ടത്. നിങ്ങൾ അധ്യാത്മരാമായണത്തിലത് എഴുത്തച്ഛൻ ബ്യൂട്ടിഫുള്ളായിട്ട് അവതരും. അപ്പോൾ പ്രസന്നവദനായിട്ടിരിക്കുമ്പോൾ ചെന്ന് ചോദിക്കുക, ബ്യൂട്ടിഫുള്ളായിട്ട് അദ്വൈത വേദാന്ത ശാസ്ത്രം മുഴുവൻ ഭഗവാൻ ശ്രീരാമൻ്റെ അല്ലെ എഴുത്തച്ഛൻ എഴുതി വെച്ചെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ വാൽമീകി, ഇവരൊക്കെ എഴുതി വെച്ചതൊക്കെ ശ്രീരാമൻ്റെ മുഖത്തോടുകൂടി ഇത് ലക്ഷ്മണനായിരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം. അവിടെയാണ്. അപ്പോൾ ഇവിടെയും ഗുരു ആ അത് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനും പറയുന്നുണ്ട്, ഗുരു ഒരു പ്രണതി സേവാദേഹ്യം ഗുരും പൃച്ഛേത്. പ്രണതി സേവാദേഹം എന്ന് വെച്ചാൽ നമസ്കരിച്ചുകൊണ്ടും അങ്ങനെ തൻ്റെ വിധേയത്വം ഇതൊക്കെ കാണിച്ച് എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, അഹന്ത ഒന്നുമില്ല എന്നുള്ളത് കാണിക്കണം. എന്നാൽ മാത്രമേ ഗുരു നമുക്കിത് പറഞ്ഞു തരുള്ളൂ. അഹങ്കാരിയായിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലരുത്. നിറഞ്ഞ കപ്പോൾ മനസ്സോട് കാര്യമില്ല എന്നുള്ളത് ഒരു സംഭവം തമാശിപ്പോൾ എൻ്റെ മനസ്സിൽ വരിക. അദ്വൈത ആശ്രമം ആലുവയിൽ ഗുരു വിശ്രമിച്ചുകൊണ്ടിരിക്കുക. പുഴയൊക്കെ പുള്ളി ഗംഗാ കാമുകനാണല്ലോ. ഈ ഗുരുക്കന്മാരൊക്കെ ഗംഗ എന്ന് വെച്ചാൽ പുഴ മലകൾ പ്രകൃതി ഇങ്ങനെ കണ്ട് രസിക്കുന്നവരാണ്. പ്രകൃതി ആണെന്ന് പാർവതി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ ശിവം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം, വേറെ അർത്ഥമൊന്നുമില്ല. ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് യുക്തിവാദി കുട്ടികളൊക്കെ കോളേജ് പഠിക്കുന്ന പിള്ളേർ ഗുരുവിനെ കാണാനായിട്ട് അവിടെ വന്നു അല്ലേ. അപ്പോൾ അവരുടെ ഉദ്ദേശം ഈ ഗുരു അമ്പലങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ടല്ലോ ഒന്ന്, ആളുടെ ജനങ്ങൾക്ക് അമ്പലം വേണം, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിച്ചു കൊടുക്കുക. അപ്പോൾ അപ്പോൾ ചോദിച്ചത് അന്തേവാസിയുടെ അടുത്ത്, ഗുരു ആശ്രമത്തിൽ അന്തേവാസിയുടെ അടുത്ത് ഗുരുവിനെ കാണണം, അനുവാദം തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോണ്ട് അവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് അന്തേവാസി പറഞ്ഞ് കുറച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കാണാൻ വന്നിട്ടുണ്ട്, കാണണമല്ലോ. അപ്പോൾ അവർ വന്നു, വരാൻ പറഞ്ഞു. അപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ നേരെ വന്നൊന്ന് വിനയമില്ല. ഗുരു തട്ടിപ്പാണ്, വേഷം കെട്ടിയിരിക്കുകയാണെന്ന് കാണിക്കാനാണ് അവർ വന്നേക്കണത്. ഒരു നിരീശ്വരവാദികളാണ്. അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചു. കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞ് കണ്ടില്ലേ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? ദൈവം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഗുരു ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇല്ല. പിന്നെന്താ സംശയം? പിന്നെ അവർ ഉത്തരം മുട്ടിപ്പോയി.
അപ്പോൾ ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് സമീപിച്ച ഒരു ഗുരുവും നിങ്ങൾക്ക് ആൻസർ തരില്ല. അതേസമയം പ്രണതി സേവാദേഹി പ്രസന്നം ഗുരും പൃച്ഛേത് ചോദിച്ചു നോക്കൂ, ഗുരു പറഞ്ഞു തരും. ഇനി അതിലൊരു തമാശ ഉണ്ട്. ഇത് പഴമ്പള്ളി അച്യുതൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം എഴുതി, അദ്ദേഹം നേരിട്ട് കണ്ട സംഭവം അതൊക്കെ. അപ്പോൾ പറഞ്ഞു, നീ വേണ്ട നിൻ്റെ വീട്ടിൽ ചെല്ലും, നിൻ്റെ അമ്മ മരിക്കാൻ കിടക്കുക, അതിന് വെള്ളം കൊടുക്കുക. അവന് പോലും അറിയില്ല. അവിടെ ചെന്നപ്പോൾ അമ്മ മരിക്കാൻ കിടക്കുക. അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അതൊക്കെ പിന്നെ അത്ര അത് വായിക്കാം. പഴമ്പള്ളി അച്യുതൻ്റെ ഗുരുവിനെ കുറിച്ചുള്ള സ്മരണ കണ്ട. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് എപ്പോഴും വിനയത്തോടു കൂടിയും അറിയാൻ വേണ്ടി വരണം. വെറുതെ തർക്കിക്കാൻ വരരുത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആയിരിക്കണം നിങ്ങൾക്ക്. അതാണ് സംവാദം. സംവദിക്കാനാണ്. സത്യത്തെക്കുറിച്ച് വധിച്ച് എനിക്കറിയാൻ മനസ്സിലായിരിക്കും. എനിക്ക് എങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കണ്ടേ, എനിക്ക് എങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുമോ അതുപോലെ എനിക്ക് പറഞ്ഞു തരണേ ഭഗവാനെ എന്നാണ്. അപ്പോൾ ലക്ഷ്മണനെ അറിഞ്ഞ്, അപ്പോൾ ഗുരുവിനെ അറിയാം ഇവനെ എവിടെ ഏത് സ്റ്റാൻഡേർഡിലാണ് നിൽക്കണേ എന്നുള്ളത്. അപ്പോൾ പ്രസന്നം ഗുരും പൃച്ഛേത്, എന്താ ചോദിക്കേണ്ടത്? കോ അഹം, ഞാൻ ആരാണ്? കുതോ ജഗതിഥി, ഈ ജഗത്ത് എവിടെ നിന്ന്, ഇതെന്താണ് ഇങ്ങനെ? കുതോ ജഗതിഥി സ്വാമിൻ വദ ത്വം പ്രഭോ. കണ്ട, സ്വാമി ത്വം വദ പ്രഭോ, അല്ലയോ പ്രഭോ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ഗുരു അധികം വളച്ചേട്ടിയൊന്നും പറയില്ല, ആദ്യമുള്ള സത്യം ആദ്യം അങ്ങ് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ലാസ്റ്റ് പറയാമെന്ന് വെക്കില്ല, ഉടനെ ആദ്യമൊക്കെ പറയും. എന്താ പറഞ്ഞതെന്നറിയാം? ത്വം ഹി ബ്രഹ്മ. പിന്നെ നീ മനസ്സല്ല ബുദ്ധിയല്ല എന്നുള്ളതൊക്കെ തരത്തിൽ അങ്ങനെ പറയും. ത്വം ഹി ബ്രഹ്മ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. ത്വം ഹി ബ്രഹ്മ തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. അത് പറഞ്ഞപ്പോഴാണല്ലോ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഗുരുവാണ് നമുക്ക് തത്വമസി പറയുന്നത്. തത് ത്വമസി, ആ ബ്രഹ്മം തന്നെയാണ് നീ. പിന്നെ ഇയാളത് സ്വയം സാക്ഷാത്കരിക്കണം. ഈ മനസ്സിലായി, ഇതൊക്കെ മനസ്സിലായി. പക്ഷേ അത് ധ്യാനത്തിലൂടെ, ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ നിന്ന് സ്വയം വിമുക്തനായി ഇരിക്കുന്ന അവസ്ഥയാണ് ധ്യാനം. നിങ്ങൾ ജാഗ്രത്തിനെയും സ്വപ്നത്തിനെയും സുഷുപ്തിയെയും കുറിച്ച് അവെയർ ആണെങ്കിൽ ധ്യാനമല്ല. അപ്പോൾ ധ്യാനത്തിൽ ജാഗ്രതയില്ല, സ്വപ്നമില്ല, സുഷുപ്തിയില്ല. അപ്പോൾ എന്ത് മനസ്സിലാവും? അതിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് പിന്നെ ജാഗ്രത വരുമ്പോൾ പറയണതാണ്, ഓ അയം ആത്മാ ബ്രഹ്മ. ഓ ഈ ഞാൻ തന്നെ, ഒറിജിനൽ ഈ ഞാൻ തന്നെയാണല്ലേ ബ്രഹ്മം. ഞാൻ ബ്രഹ്മം വേറെ എന്താണ്, കാശിയിലാണ് അല്ലെങ്കിൽ തിരുപ്പതിയിലാണ് അല്ലെങ്കിൽ അവിടെയാണ് ഇവിടെയാണെന്ന്. നോ 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 നോ, ഇറ്റ് ഈസ് ഇൻ, എൻ്റെ സ്വരൂപമാണിത്. എൻ്റെ സ്വരൂപം എന്നല്ല, അതേ ഉള്ളൂ, രണ്ടില്ല. ഇതറിഞ്ഞ ഒരാളുടെ ആനന്ദം അയാൾക്ക് മാത്രമേ, അത് ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ അതിന് ശേഷം ഇതറിയാത്തവരോട് അവർക്കൊരു അനുകമ്പയായിരിക്കും, പാവങ്ങൾ. അപ്പോൾ ചിലവരിത് അവരോട് പറയാനായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ആനന്ദം അനുഭവിക്കുമ്പോഴേക്കും നമുക്കിത് ദുഃഖിക്കുന്നവരും ഇത് മനസ്സിലാക്കാത്തവരോട് നമുക്കൊരു എന്താ കാരണം? ഇത് സെയിം കോൺഷ്യസ്നെസ് തന്നെയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ ദുഃഖിക്കുന്നത് കാണുമ്പോൾ ഇതിലൂടെ അല്ലാതെ ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ സാധ്യമല്ല. വേറെ നിങ്ങൾ പണം കൊടുക്കൂ, എന്തുകൊണ്ട് കൊടുത്തു, അസംതൃപ്തിയായിരിക്കും. തൃപ്തി എന്ന് പറയുന്നത് ഇതിലൊന്നുമില്ല, അയാൾ തൃപ്തനാകും. അപ്പോൾ അറിവ് നിജസ്ഥിതിയെന്നറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ അറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും. അറിയുന്ന അവസ്ഥ ഏതാ? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തിയിൽ അറിയില്ല. അറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും. ഇവിടെ കിടന്ന് വട്ടം തിരിയും, അതാണ് സംസാരിക്കുക. വട്ടം തിരിയും, അലാതസമം തിരിഞ്ഞിടുന്നു. ഈ അലാതസമം എന്നുള്ള വാക്കിൽ വളരെ ഒരു അലാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീക്കൊള്ളി ഇരുട്ടത്ത് നമ്മളിങ്ങനെ വട്ടത്തിൽ കാണിച്ചാൽ അത് വട്ടമായിട്ട് കാണും അല്ലേ? ഈ 8ൻ്റെ ഷേപ്പിൽ കാണിച്ച 8ൻ്റെ ഷേപ്പിൽ കാണും. എത്ര തീക്കൊള്ളി ഉണ്ട് അവിടെ? ഒരു തീക്കൊള്ളി ഉള്ളൂ. അതുപോലെ ഒരു ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധത്തിൽ നടക്കണ വട്ടം തിരിയും അലാതസമമാണ് ജാഗ്രതും സ്വപ്നവും. അപ്പോൾ ഇത് ഭാവനയല്ലേ? ആരുടെ ഭാവന? ബോധത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ ബോധശക്തിയായിരിക്കുന്ന മായയുടെ ഭാവനയാണ്
ഈ കാണുന്ന ജാഗ്രത സ്വപ്നം സത്യത്തിലില്ല. ഉലകം സൃഷ്ടി ഉണ്ടായിട്ടേയില്ല. ഈ സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ആരോടാണ് മത്സരഭാവം ഉണ്ടാവുമോ? കാമം ഉണ്ടാവുമോ? ക്രോധം ഉണ്ടാവുമോ? ലോഭം ഉണ്ടാവുമോ? മോഹമുണ്ടാവുമോ? മതമുണ്ടാവുമോ? മാത്സര്യം ഉണ്ടാവുമോ? ദുഃഖിക്കാൻ പറ്റുമോ? ദുഃഖിക്കുകയാണെങ്കിൽ ഉത്തരവാദി ഞാനാ. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പിന്നെ നമ്മൾ ഫ്രീ ആയി. ഇതാണ് മോക്ഷം. ഇത് ഈ മനുഷ്യ ശരീരം അല്ല, ഈ ശരീരം വീഴുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇതൊരു വലിയൊരു നഷ്ടമാണെന്നാണ് ഉപനിഷത്ത്. ഇത് ജീവിച്ചിരിക്കും മനുഷ്യ ശരീരം കിട്ടുമ്പോഴേ നിങ്ങൾക്കത് അറിയാൻ സാധ്യതയുള്ളൂ, അല്ലാത്തപ്പോൾ ഇത് കിട്ടില്ല അതർത്ഥം. അതിനാണ് ആചാര്യന്മാർ ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് സാധാരണക്കാർ മനസ്സിലാവില്ലോ. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി. ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റാണ് കോളേജിലൊക്കെ അന്നൊക്കെ അങ്ങനെ പഠിക്കുമ്പോൾ. അപ്പോൾ ഫിസിക്സിലെ ഒരു പ്രൊഫസർ ആദ്യം വന്നിട്ട് ക്ലാസ് എടുക്കണ അദ്ദേഹം പറയുക, സത്യത്തിലില്ല ഈ ജഗത്ത് നിങ്ങൾക്ക് വെറുതെ തോന്നണാണ്, ഇതില്ല സത്യത്തിൽ. എന്താ പിന്നെ ഇതൊരു എനർജി മാത്രമേ ഉള്ളൂ. ആ എനർജി ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അന്നൊക്കെ ആദ്യം എനിക്കത് പക്ഷേ എനിക്ക് മനസ്സിലായത്. അപ്പോൾ E = mc² എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും അതൊക്കെ E = എനർജി, E = m മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഈ മാസ് കറക്റ്റാണോ? വെലോസിറ്റി ഓഫ് ലൈറ്റ് കണക്ക് കൂട്ടിയേക്കാണ് കറക്റ്റാണോ? ഇഞ്ചി ഇത് ശരിയാണ്. എന്നാലും സയൻസ് ഇപ്പം ഇങ്ങനെ ഇതിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനി മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഇതാണ് എനർജി ഈസ് ഓഫ് ദി യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എന്നൊക്കെ പരീക്ഷയ്ക്കൊക്കെ പഠിച്ചത് ഇപ്പം എനിക്ക് ഉപകാരമായി വേദാന്തം പഠിച്ചപ്പോഴാണ്. അപ്പോൾ വേദാന്തം, അദ്വൈത വേദാന്ത ശാസ്ത്രം പഠിക്കുമ്പോൾ ഈ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതിന് നമുക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചതിന് സയൻറ്റിസ്റ്റിന് മനസ്സിലാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തല്ല, അവരന്വേഷിക്കുന്നത് ഒബ്ജക്റ്റീവ് സയൻസാണ്, നമ്മൾ സബ്ജക്റ്റീവായിട്ടാണ്. അതിപ്പോൾ അവർ അതാണ്ട് ഫിസിക്സൊക്കെ അവിടെ എത്തിയെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിക്കിൾ സയൻസ്, ഈ ഇലക്ട്രോൺസിനെ പറ്റി ഇലക്ട്രോൺസ് ഇപ്പോഴും മാത്തമാറ്റിക്സിൽ കിടക്കണത് കണ്ടിട്ടില്ല. ഉണ്ട് എന്നുള്ളൊരു ഊഹം, മാത്തമാറ്റിക്കൽ ഊഹങ്ങൾ. പക്ഷെ അത് ചില സമയത്ത് അത് വേവ്സായിട്ട് തോന്നണു. എന്ന് വെച്ചാൽ എനർജി എപ്പോഴും വേവ്സ് അല്ലേ. അപ്പോൾ ഈ മകൻ്റെ കുട്ടി എന്നോട് ചോദിക്കും, ഈ ശിവരൊക്കെ നമ്മുടെ ഈ വിഷ്ണു എന്തിനാണ് പാമ്പിൻ്റെ മുകളിൽ കയറി കിടക്കണം? ശിവൻ്റെ കഴുത്തിൽ എന്തിനാണ് ഈ പാമ്പ്? അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ. പക്ഷെ അത് വലിയൊരു കുട്ടികൾക്കൊക്കെ അത് രസമാണ്. പക്ഷേ ഈ സയൻസ് പഠിച്ചിട്ട് ഈ വേവ്സിൻ്റെ രൂപത്തിലാണ് ഈ എനർജി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർക്കിപ്പോൾ മനസ്സിലാവില്ല. എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രാണപ്രസരണമാണ്. ഈ ഫിസിക്സുകാർ പറയണത് വേറെ തരത്തിലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ ഫിസിക്സുകാർ പറയുമ്പോൾ എനർജി എന്ന് പറയും, നമ്മുടെ ഇവിടെ പ്രാണൻ എന്ന് പറയും. ഈ പ്രാണൻ എന്ന് ഒരു ഉപനിഷത്ത് അങ്ങനെ തന്നെയുണ്ട്, പ്രശ്നോപനിഷത്തിലും ബൃഹദാരണ്യത്തിലും ചാന്തോക്യത്തിലൊക്കെ ഈ പ്രാണനെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ രാജയോഗത്തിൽ പ്രാണനെക്കുറിച്ച് 3 ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഉണ്ട്, ഒരു 3 എസ്സേയിലുണ്ട്. അതിലൊക്കെ അദ്ദേഹം വിസ്തരിച്ചത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ പ്രാണൻ എന്ന് പറയണത് ആണ് ഈ പ്രാണശക്തി. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശത്തോടുകൂടി ബോധം ശരീരത്തെ ധരിച്ചിരിക്കുക. അതാണിത്. വേറെ ആയിട്ടല്ല തോന്നണം നമുക്ക്, അല്ലെങ്കിൽ ഒന്നായിട്ടല്ലേ. അപ്പോൾ ഈ പ്രാണമയ കോശമാണ് ഈ അന്നമയ കോശത്തെ ചൈതന്യവത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാണമയ കോശത്തിൻ്റെ മോൾ ഭാഗമാണ്, അല്ലെങ്കിൽ അതിനെ ടോപ്പിലാണ്, അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. ഈ മനസ്സും പ്രാണനും തമ്മിൽ ബന്ധമുണ്ട്. എന്നിട്ട് ഈ സ്ഥൂല ശരീരത്തെ അത് നിയന്ത്രിക്കുന്നത്. അപ്പം മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളെ പ്രാണൻ വഴിയാണ് ഈ സ്ഥൂല ശരീരം. ദേഷ്യം വരുമ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ, സ്നേഹം വരുമ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പം അത് എങ്ങനെയാണ്? വേവ്സിൻ്റെ രൂപത്തിലാണ്. നമുക്ക് സ്നേഹം വരുമ്പോൾ കെട്ടിപ്പിടിക്കണില്ലേ, പാമ്പ് എന്ന് പെട്ടോ. അപ്പോൾ ഈ പാമ്പ് ഇവിടെ കിടന്ന് കളിക്കുക എവിടെ? ശിവൻ്റെ ദേഹത്ത്. ശിവനാരാ? ആനന്ദമയ കോശത്തിൻ്റെ ഉള്ളിലിരിക്കണ ബ്രഹ്മാനന്ദം. ആ ബ്രഹ്മാനന്ദം കിടക്കണത് പാമ്പിൻ്റെ മുകളിൽ. ഏത് ആലോചിച്ചു?
ബ്രഹ്മാനന്ദമായിരിക്കുന്ന തത്വത്തെ അന്നമയ കോശമായിരിക്കുന്ന അല്ലേ, അതിൻ്റെ പ്രാണമയ കോശം, മനോമയ കോശം, ചുരുക്കി പറയുമ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, അതിനെ വീണ്ടും കൂടി നമ്മൾ ഇത്തിരി കൂടി ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ശങ്കരാചാര്യരൊക്കെ ഇത്തിരി കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞതാണ് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പാമ്പിനെ കാണിക്കുന്നത് എനർജിയുടെ വേവ്സാണ്, എനർജിയാണ് ഓഫ് ദീസ് കാണിക്കണമെന്നുള്ളതൊക്കെ ഈ വിഗ്രഹ ഭാഷയിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ മനസ്സിലാക്കി, വിറ്റ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പ്രോബ്ലമാണ് എന്ന് പറയുന്നത്. അന്ധവിശ്വാസികളാണെന്ന് പെട്ടെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. എന്ത് വിവരക്കേടാണ്, തഴുത് പാമ്പ കിട്ടുന്നത്. പക്ഷെ ഇത് അറിയുമ്പോഴാണ്, പക്ഷെ ഇത് മനസ്സിലാക്കാണ്ട് അതൊന്നും മനസ്സിലാകില്ല, അതിൽ കുടുങ്ങിപ്പോവും. പക്ഷെ ഇത് അപ്പോൾ നമ്മൾ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ സയൻസ്, ഇന്നത്തെ മോഡേൺ സയൻസ് പഠിക്കണം എപ്പോഴും നല്ല, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, എല്ലാ മോഡേൺ സയൻസ് എപ്പോഴും ഇതിനെ നിങ്ങൾക്ക് ഈ അദ്വൈത വേദാന്ത ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും എന്നുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ സയൻസ് പറഞ്ഞ പ്രൊഫസർ പറഞ്ഞത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഈ ലോകം നിങ്ങൾ കാണുന്ന പോലെയൊന്നും ഇല്ല, ഇതൊരു എനർജിയാണ്. എനർജി വൺ ഫോം, ഒരെണ്ണം വേറൊരു ഫോമിൽ ഇങ്ങനെ കാണപ്പെടുന്നു അല്ലേ. ഇപ്പം മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറ്റി അല്ലേ, സൗണ്ട് എനർജി ആക്കി മാറ്റാം, അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസിലേക്ക് മാറ്റാം എനർജിക്ക്. അപ്പം എനർജി പല ഫോംസിൽ കാണുന്നതാണ് ഈ പ്രപഞ്ചം, അല്ലാണ്ട് അങ്ങനെ ഒരു പ്രപഞ്ചം ഇല്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് അതെനിക്ക് ബോധ്യമായി. സയൻസിൽ തന്നെ ഫിസിക്സിൽ ബോധ്യമായി. പക്ഷെ പിന്നെ ഞാൻ വേദാന്തം പഠിച്ചപ്പോഴാണ് അതിനേക്കാളും ക്ലിയറായിട്ട് മനസ്സിലായത്. എന്ത് മനസ്സിലായി? അത് അല്ല പ്രധാനം, സത്യത്തിലില്ല ഉലകം. അപ്പം ഇതൊരു സ്വപ്നം തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. ശരീരമല്ല അറിവാകും. പോരെ, ഭാവനയല്ലേ? ജാഗ്രത ഉണ്ടോ? ഇനി ജാഗ്രത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ല. അപ്പം പുറത്തുനിന്നൊരാളിപ്പോൾ ഇവിടെ ഇരിക്കണമെന്നിരിക്കട്ടെ, അതൊന്നും അറിയാത്ത ഒരാൾ, ഇവരെന്തേ പറഞ്ഞ കുറേ വട്ടന്മാരൊറ്റയ്ക്ക് ഇരുന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞ് രസിക്കുന്നവർ. അപ്പോൾ ഇതിന് ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം മനസ്സിലാക്കണം. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ലോകമില്ലാന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടാണ് ഇവിടെ പ്രശ്നമായതെന്ന്. എന്ത് പ്രശ്നം? ലോകം ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാം. ലോകമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ അറിഞ്ഞൊരു ജ്ഞാനിയുടെ ജീവിതം ഏറ്റവും സുഖം. എന്താണെന്നറിയാം, ഈ കിട്ടിയ ജീവിതം മാക്സിമം ശാന്തിയോടും ആനന്ദത്തോടും കൂടി സുഖമായിട്ട് കഴിയാം. എന്താ കാരണം, കരയേണ്ട ആവശ്യമില്ല. അപ്പം എന്തു ചെയ്യും? ഏത് രംഗത്തിലും നമ്മൾ ശാന്തനായിട്ട് ആനന്ദത്തോടു കൂടി ജീവിതം നയിക്കും. ഇതറിഞ്ഞ ഒരാൾ, അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആനന്ദിക്കുന്നത് പോലെ വേറെ ആർക്കും ഈ ലോകത്ത് ആനന്ദിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ലോകമില്ല, സ്വപ്നമാണെന്നാ. അപ്പോൾ എനിക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സ്വപ്നത്തിൽ ഇത് സ്വപ്നമാണെന്ന് അറിഞ്ഞ ഒരാൾക്ക് ഇത് ഇപ്പം മരണഭയം ഉണ്ടോ? മരണഭയം ഇല്ല. അപ്പോൾ ഒരു കർമ്മം ചെയ്യണതിലോ നമുക്ക് ഒരു ധർമ്മം നിലനിർത്തണതിലോ ഒരു ഭയവും ഉണ്ടാവില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ഇടപെടും അതിലേക്ക്. എന്ന് വെച്ചുകൊണ്ട് വിഡ്ഢികളുടെ ഇടയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗുരുവിൻ കാണാൻ വന്നതല്ലേ, കണ്ടില്ലേ പൊയ്ക്കോളുന്നോ, അങ്ങനെ പറഞ്ഞു ഒഴിയുള്ളൂ. നമുക്ക് ഇവരെ ഒന്നും നേരെയാക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഇന്നല്ലെങ്കിൽ ഈ സ്വപ്നത്തിലുള്ള എല്ലാവരെയും സ്വപ്നത്തിലുള്ള ഒരാളെയൊക്കെ നേരെ ആക്കിയെടുത്തിട്ട് എനിക്ക് കിട്ടാനാ? ഞാനല്ലാതെ വേറൊരു വസ്തു. ഇതാണ് എൻ്റെ സത്യം. ഒരു ഉത്തരവാദിത്വം രണ്ട് തരത്തിൽ പറയാം. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗുരുവിന് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇതിൽ. എന്നുവെച്ചാൽ ഈ സ്വപ്നത്തിൽ കണ്ട ആരോടെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുക്കളോട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നുകൂടി അത് ഇല്ലാണ്ടായി. ജാഗ്രതയിൽ നിന്ന് ഉണർന്ന് ജാഗ്രത ഇല്ലാണ്ടായി. ഞാൻ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഒന്നും പിന്നെ കണ്ടാവോ? ഇല്ല. സ്വപ്നത്തിലുള്ളതുപോലെ ജാഗ്രതയിലും ഞാൻ ഇതൊക്കെ ഈ വീടൊക്കെ ഞാൻ സ്വപ്നം കണ്ട് ഉണ്ടാക്കിയത് ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു. ജാഗ്രത പോയി, സ്വപ്നം പോയി, സുഷുപ്തി, ഇതൊക്കെ അവിടെ പോയി. ഇല്ല സത്യത്തിൽ. അപ്പം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതാണ് കൃഷ്ണനും രാമനൊക്കെ ഉള്ള ധൈര്യം. ഇത് സത്യമായിട്ട് ശരിക്കും അറിയാത്തതുകൊണ്ട് രാവണനൊക്കെ ദുഃഖിക്കണത്. കൃഷ്ണൻ ദുഃഖിക്കില്ല, രാമൻ ദുഃഖിക്കില്ല. ഇതറിഞ്ഞ ആരും ദുഃഖിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ രഹസ്യം.
അതായത് ഇതിൻ്റെ മാക്സിമത്തിലെത്തി. ഇനി ഈ അദ്വൈത വേദാന്ത ശാസ്ത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? സുഖമായി എന്നർത്ഥം, ബ്രഹ്മാനന്ദമായി. ബ്രഹ്മാനന്ദം എന്ന് വെച്ചാൽ എന്താ? കള്ളു കുടിച്ചിട്ട് തുള്ളിച്ചാടണമല്ല അത്. ഇയാൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ജഗത്തിന്. അതല്ല നിർവേദം ആപദ്യ സദ് വിദ്വാൻ. അപ്പം ജീവിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള അറിവാണിത്. ഇനി എന്നെ ഒരു പുരോഹിതന്മാർക്കോ ഒരു മതക്കാർക്കോ ഒരു രാഷ്ട്രീയക്കാർക്കോ നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. നമുക്കിൻ്റെ ആവശ്യം, അവരും നമുക്കൊന്നും ആവശ്യമില്ല. വെറും വേസ്റ്റാണ് അതൊക്കെ. അജ്ഞാനികളെ ഇവരൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അവർ പറ്റിച്ച് അങ്ങനെയൊക്കെ ജീവിക്കും. നമുക്കെൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും നമുക്കറിയാം സത്യത്തിലില്ല. അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അത് 100% കർമ്മയോഗമായിരിക്കും. വെറുതെ ഒരു കപട്ടിയായിട്ടൊരു കർമ്മം ചെയ്യില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ചെയ്യും. ഫലിച്ചിക്കണിൽ നിന്ന് വെച്ചാൽ സ്വപ്നം ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ എത്ര കർമ്മം ചെയ്താലും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ പോയില്ലേ. അപ്പം ചെയ്യണ സമയത്ത് കളിയായിട്ട് ചെയ്യുമ്പോഴും അത് അതിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ട്. അതാണ് കൃഷ്ണൻ്റെ ജീവിതത്തിന് ഇത്ര സൗന്ദര്യം, രാമൻ്റെ ജീവിതത്തിന് ഇത്ര സൗന്ദര്യം. എന്തിനീ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിന് എന്ത് സൗന്ദര്യം, ശങ്കരാചാര്യരുടെ ജീവിതത്തിന് എന്തൊരു ഭംഗി. കൊതി വരണം. എനിക്ക് ഈ ഫിലിം ഇതൊന്നും എന്നെ ഒട്ടും ആകർഷിക്കുന്നില്ല. പണ്ടൊക്കെ അതൊക്കെ ഞാൻ വലിയ കാര്യമാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ വെറും വേസ്റ്റ് ഓഫ് ടൈം. ശരിക്കും ഇവരാണ് ശരിക്കും ഈ ലോകത്ത് ഈ ലോകം കൊണ്ട് കളിച്ച ശിവനാണ്, പാർവതിയാണ്. ഇപ്പം ശിവൻ എന്ന് പറഞ്ഞ ബോധമാണ്, ഈ പാർവതി എന്ന് പറഞ്ഞാണ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി. വേറെ ഒന്നുമില്ല. എല്ലാവരും ഈ പ്രതീക്ഷകളിലാണല്ലോ. പ്രതീക്ഷ വേസ്റ്റാണ്. സത്യം അറിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കുമോ? ഒന്നും പ്രതീക്ഷിക്കാനില്ല നമുക്ക്. ഡാൻസ്, അതാണ് ദ എക്സ്റ്റേണൽ. നടരാജൻ്റെ ഡാൻസ് അല്ലെങ്കിൽ കാളിയാമർദ്ദൻ്റെ, ഇവരൊക്കെ ഡാൻസ് തരാം അല്ലേ? നമ്മുടെ നിങ്ങൾക്ക് വേറൊരു സെമറ്റിക് മതങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഡാൻസ് ചെയ്യണം സങ്കല്പിക്കാൻ പറ്റുമോ? സൂഫികളൊക്കെ ഡാൻസ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഐ ഡോണ്ട് നോ. പക്ഷേ നമ്മുടെ കൃഷ്ണൻ ഡാൻസ് ചെയ്യണു. രാമനെ ഡാൻസ് ചെയ്യിപ്പിച്ചില്ല എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ രാമൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. സീതയായിട്ടൊക്കെ കാട്ടിലൊക്കെ കഴിഞ്ഞ 13 വർഷം എൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ അതൊക്കെ രാമായണത്തിൽ. ഇവർ അത്യന്തികമായിട്ട് എൻജോയ് ചെയ്യും ലൈഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും കെട്ടുപോകുന്നതാണ്. അപ്പോൾ ഈ സത്യം അറിഞ്ഞ ഒരാൾക്ക് സുഖമായിട്ട് ഭയമില്ലാണ്ട് അയാൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ 100% അദ്ദേഹം ഉണ്ടായിരിക്കും. അതാണ് കർമ്മയോഗം. ഫലിച്ചിക്കില്ല, ചെയ്ത് കൂട്ടിയിട്ടും ഒക്കെ അവിടെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു കളിയുടെ ഒരു അല്ലേ, ദ്വാരക പോലെ മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം ഇന്നും ഒരു സാഹിത്യകൃതിയിലും വേദവ്യാസൻ്റെ ദ്വാരകാവർണ്ണം ഉണ്ട്, അതുപോലെ ഒരു സ്ഥലത്തുമില്ല. അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയല്ലോ അല്ലേ. യദുവംശം മുഴുവൻ അതിലേക്ക് പോയി, നശിച്ചു പോയി. പക്ഷെ വല്ല ദുഃഖമുണ്ടോ? ഭഗവാന്റെ കണ്ണിൽ നിന്നൊരു കണ്ണീര് പോലും പുറത്തേക്ക് വന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ച് രസിക്കാൻ നമുക്കിപ്പോൾ മനസ്സിലാവും. പണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എന്നോട് പണ്ടൊരാൾ, നിങ്ങളുടെ കൃഷ്ണൻ എൻ്റെ അവസാനം നാശമായി പോയില്ലേ, ശാപം കിട്ടിയിട്ട് ഗാന്ധാരിയുടെ. ഇപ്പോഴാണ് ചിരിച്ചിട്ടുണ്ട്. ഗാന്ധാരിയുടെ ശാപം കൊണ്ടൊന്നുമല്ല, താൻ കളി കഴിഞ്ഞപ്പോൾ തൻ്റെ വിഭൂതികളെയൊക്കെ അഴിച്ചു വിട്ടിട്ട് താൻ തൻ്റെ സ്വരൂപത്തെ പ്രാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ അദ്വൈത വേദാന്ത ശാസ്ത്രം. നേരത്തെ അങ്ങ് സാക്ഷിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. സാക്ഷി നിലനിൽക്കുന്നത് എവിടെയാണ്? മനസ്സിലാണോ? വിറ്റ്നസർ, ഹു ഈസ് ദ വിറ്റ്നസർ? മനസ്സെന്ന് പറയുന്ന സാധനം സങ്കല്പ വികല്പങ്ങൾ മാത്രമാണ്. സങ്കല്പ വികല്പങ്ങളെയും സാക്ഷിയായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോധമാണ് കോൺഷ്യസ്നെസ്. ബോധം വേറെ എവിടെ അങ്ങോട്ട് നിൽക്കണമെന്ന് വിചാരിക്കരുത്. ബോധത്തിലാണ് ഈ ആകാശം, ആകാശത്തിലാണ് വായു, വായുവിലാണ് അഗ്നി, അഗ്നിയിലാണ് ജലം, ജലത്തിലാണ് പൃഥ്വി, പൃഥ്വിയിലാണ് ഹോൾ പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും ഒക്കെ. അത് ഈ ഭൂമി മാത്രമായിട്ട് എടുക്കരുത്, ഹോൾ പ്രപഞ്ചത്തെയാണ് ഈ പറയുന്നത്, ഹോൾ യൂണിവേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇതാണ് വേദം. ബോധത്തിൽ നിന്ന് വിലസുന്നു ആകാശം. ആകാശം ഉണ്ടെന്ന് ഇപ്പോൾ ആകാശം കാണാൻ പറ്റുമോ? സ്പേസ് ഉണ്ട്. ഈ സ്പേസിനെ ഞാൻ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെ ഞാൻ അറിയണില്ല. പക്ഷേ ഈ ആകാശം എന്നുള്ളത് ബോധത്തിലല്ലേ ഞാൻ ആകാശത്തിലാണ് ഇരിക്കണത് എന്നുള്ളത് അല്ലേ. ബോധമില്ലെങ്കിൽ ആകാശത്തെ അറിയാൻ പറ്റുമോ?
അപ്പോൾ ബോധത്തിലല്ലേ ആകാശം നടക്കണത്. ബോധത്തിൽ നിന്നു വിലസുന്നു ആകാശം. അങ്ങനെ അപ്പോൾ ആകാശത്തിലല്ലേ വായു നിൽക്കണത്. വായു ഇല്ലേ, വായു ആർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. പക്ഷെ വായു നമുക്കറിയാം. അതെവിടെ നിൽക്കണു? ബോധം അറിയണു വായു ഉണ്ടെന്നുള്ളത് അല്ലേ. ആകാശത്തെ അറിയണത് ബോധമാണ്, വായുവിനെ അറിയണത് ബോധമാണ്. ചൂടുണ്ട് അല്ലേ, നല്ല ചൂടില്ലേ, ശരീരം വേർക്കുന്നുണ്ട്, ചൂടാരറിയണത് ബോധമല്ലേ അറിയണേ. അപ്പോൾ ചൂടിന് സ്വയം അറിയാൻ പറ്റണുണ്ടോ? ഇല്ല. ഐസിന് അല്ലേ, ഐസിന് സ്വയം, കൽക്കണ്ടത്തിന് സ്വയം മധുരം അറിയാൻ പറ്റാത്തതുപോലെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ആ കോൺഷ്യസ്നെസ് അത് സർവവ്യാപിയാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം, അതാണ് ബോധം. ബോധമാണ് വിറ്റ്നസ്സർ. അപ്പോൾ എവിടെ നിന്ന് നോക്കണത്? എൻ്റെ മുമ്പിൽ നിന്ന് നോക്കണേ. എൻ്റെ എല്ലായിടത്തു നിന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാ? ബോധമാണ്. ഈ ബോധത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി എന്താ അറിയേണ്ടത്? ബോധം അല്ലാണ്ട് വേറൊരു വസ്തു ഇവിടെ ഇല്ല. സർവം ഖൽവിദം ബ്രഹ്മ, സർവം ഖലു ഇതം ബ്രഹ്മ ന അന്യതസ്തി ഇതി അല്ലേ. ഞാൻ താനിതെല്ലാം, മറ്റൊന്നുമില്ല, നൂനം സനാതനം. സനാതനം ബ്രഹ്മം മാത്രം. അപ്പം ബ്രഹ്മത്തിലാണ് ആകാശം, ആകാശത്തിലാണ് ഈ ഹോൾ പ്രപഞ്ചം മുഴുവൻ. ആ പ്രപഞ്ചം സത്യമല്ല, സ്വപ്നമാണ്. അപ്പം ഇത് സ്വപ്നമാണെന്ന് അറിയുമ്പോഴേ നമുക്കിതിനെ നീക്കാൻ സാധിക്കുള്ളൂ. അത് ശങ്കരാചാര്യരുടെ, എനിക്ക് ഇതൊക്കെ ഞാൻ സന്ധ്യാനാമത്തിന് വേണ്ടി വെറുതെ ഒരു പാർട്ടി ആളുകൾക്ക് ആവക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ശങ്കരാചാര്യരുടെ ഒരു കൃതിയുണ്ട്, പ്രാതസ്മരണം. ഇതെപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കാനായിട്ടുള്ളതാണ്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തം അവൈതി നിത്യം തദ് ബ്രഹ്മ നിഷ്കളമഹം നജഭൂതസംഘ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്മരിക്കേണ്ടത് എന്താണെന്നറിയോ? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരതാത്മതത്വം. എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആത്മതത്വത്തെ സ്മരിക്കണം. അപ്പം എൻ്റെ ഹൃദയം അതാ. ഹൃദയം എന്ന് പറയണത് ഈ ബ്ലഡ് പമ്പ് ചെയ്യണ സാധനമല്ല. ഈ സ്കിൻ വെച്ചിട്ട് മൂടിയിരിക്കുന്ന ഈ ശരീരം ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസിൻ്റെ, ആ സ്പേസിനെ ഓക്യുപ്പൈ ചെയ്യുന്ന ബോധത്തെയാണ് ഹൃദയം എന്ന് വേദം പറയണത്. ഇത് പലർക്കും പിടുത്തം കിട്ടാണ്ട് പോണത്. എല്ലാവരും ഹൃദയം എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ, യേശുക്രിസ്തുവിൻ്റെ ഒരു പടം കണ്ട, മുള്ളക്കിട്ട് കെട്ടി ഹൃദയം അങ്ങനെ. അവർക്ക് ഹൃദയം എന്താന്ന് ഒരു പമ്പ്, ഇതാണ് ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞ വേദത്തിൽ പറഞ്ഞേക്കുന്നത് ഇത് ബോധമാണ്. ആ ബോധം ഈ ശരീരത്തിന്, ഈ സ്കിന്നിൻ്റെ ഉള്ളിൽ, എൻ്റെ ഈ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള സ്പേസ് എന്തൊരു സ്പേസ് ഈ ശരീരം ഒക്യുപ്പൈ ചെയ്യാനുണ്ടോ അത്രയും ബോധം, ഈ ഹോൾ ബോധത്തിൻ്റെ അത്രയും ഭാഗം ഇതിൽ കുടികൊള്ളുന്നുണ്ട്. അതാണ് ഹൃദയം. അവിടെ നിന്നാണ് സ്നേഹം വന്നത്, അതിൽ നിന്ന് തന്നെ വെറുപ്പും വന്നത്. സ്നേഹം വരുമ്പോൾ കെട്ടിപ്പിടിക്കും അല്ലേ, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും. ദേഷ്യം വരുമ്പോഴും അടിച്ചിങ്ങനെ അമർത്തി അല്ലേ, ഭീമൻ ഒക്കെ തന്നെ ഞെരിച്ചു വന്നതുപോലെ ഇതിൻ്റെ ഉള്ളിൽ. അത് ഏത് ശരീരം കൊണ്ടാണ്? പ്രാണമയ കവശം കൊണ്ടാണ് ഭീമന് ഇടിച്ച്. അതേസമയം സ്നേഹം ഉണ്ടെങ്കിലോ എത്ര, അതാണ് സ്നേഹം വന്നത് ഹൃദയത്തിൽ നിന്നാണ്, വെറുപ്പ് വരുന്നത് ഹൃദയത്തിൽ നിന്നാണെന്നാണ് പറയുക. പക്ഷെ കോൺഷ്യസ്നെസ്സിലേക്ക് ഇതൊന്നും വർക്കിയില്ല. അപ്പോൾ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരതാത്മ, എൻ്റെ ശരീരം മുഴുവൻ ഈ ബോധം ഇന്ന ഭാഗത്താണെന്നുള്ളതല്ലേ, അകവും പുറവും തിങ്ങും ഈ ബോധത്തെ സ്മരി. ഹൃദി സംസ്ഫുരതാത്മതത്വം സച്ചിത് സുഖം. സത്ത് ചിത്ത് സുഖം. സത്ത് ചിത്ത് സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോധമാണ് സത്യവസ്തു, നിത്യമായ വസ്തു, ഒരു മാറ്റമില്ലാത്തത്. അപ്പോൾ സത്ത് എന്ന് വെച്ചാൽ സത്യം, മാറ്റമില്ലാത്തത്, എപ്പോഴും ഉള്ളത്. ചിത്ത് എന്ന് വെച്ചാൽ ബോധം, കോൺഷ്യസ്നെസ് എന്നർത്ഥം. അപ്പോൾ സത്ത് ചിത്ത് ആനന്ദമാണ് അതിൻ്റെ സ്വരൂപം. അതിൽ ദുഃഖമില്ല, അതിൽ അൺകോൺഷ്യസ്നെസ് ഇല്ല. സൂര്യനിൽ ഇരുട്ടില്ലാത്തതുപോലെ ബോധത്തിൽ അബോധാവസ്ഥയില്ല. അതുകൊണ്ടാണ് സത്ത് ചിത്ത് ആനന്ദം, സച്ചിത്തം. അപ്പോൾ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈ ആത്മതത്വത്തെ
എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം, അതാണ് ഞാനെന്ന്. ഹൃദി സംസ്ഫുരതാത്മതത്വം സച്ചിത് സുഖം. ഈ സത്ത് ചിത്ത് ആനന്ദമായിരിക്കുന്ന സുഖമാണ് സച്ചിത് സുഖം. പരമഹംസഗതിം തുരീയം. പരമഹംസന്മാർ, ഒരാളൊരു പരമഹംസൻ എന്ന് പറയണത് ഈ സത്യചിത്ത് സുഖം അനുഭവിക്കുന്ന ഒരാളാണ് പരമഹംസൻ. പരമമായിരിക്കുന്ന തത്വത്തെ, ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയാണ് തുരീയ അവസ്ഥ. സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്ത അവേദി നിത്യം. അത് തന്നെയാണ് ഈ സ്വപ്നത്തെയും ജാഗ്രതയെയും സുഷുപ്തിയെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലത്ത് എണ്ണിട്ട് ആദ്യം സ്മരിക്കേണ്ട മന്ത്രമാണത്. ശങ്കരാചാര്യ എന്തൊരു സർവ വേദാന്ത രഹസ്യം ഇതിൽ പറഞ്ഞിരിക്കുക. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത ആത്മതത്വം, എന്നിൽ കുടികൊള്ളുന്ന ആത്മതത്വം. സച്ചിത് സുഖം എന്നാൽ സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം. പരമഹംസന്മാരുടെ ഗതി, ലക്ഷ്യം, അവരിതിനെയാണ് പ്രാപിച്ചിട്ടാണ് തുരീയ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തം. ഇത് തന്നെയാണ്, ഈ ബോധം തന്നെയാണ് ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സാക്ഷി. സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തം അവേദി നിത്യം. അവേദി എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിത്യം, എപ്പോഴും, ഊണിലും ഉറക്കത്തിലും എല്ലാം. ഇപ്പോഴും ഉറക്കത്തിൽ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കണം. അതല്ലേ ഉറങ്ങി എന്നിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞത്. അവേദി നിത്യം തത് ബ്രഹ്മ. ഈ ബോധമാണ് ബ്രഹ്മം, ഈ സാക്ഷിയാണ് ബ്രഹ്മ. തത് ബ്രഹ്മ നിഷ്കളമഹം. അതിന് രൂപമില്ല, അത് സർവവ്യാപിയായിരിക്കുന്ന ശുദ്ധബോധം മാത്രം. നിഷ്കളമഹം. ഈ ശരീരത്തിന് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിനൊക്കെ രൂപം ഉണ്ടായിരിക്കാം, പക്ഷെ അതിന് രൂപമില്ല. നിഷ്കളമഹം എന്നുവെച്ചാൽ ഭൂതസംഘ. ഈ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ കാരണ ശരീരമോ അല്ല ഞാൻ. ഈ 4 വരിയിൽ ശങ്കരാചാര്യർ വേദം മുഴുവൻ കുറുക്കിയില്ലേ? ഈ ശങ്കരാചാര്യരെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വെറുതെ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യം? ഇതിവിടെ ഉണ്ടായിട്ട് നമ്മളിന്ന് പഠിക്കാത്ത അറിഞ്ഞവരുണ്ടല്ലോ, ഇത് പഠിക്കാൻ. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരതാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തം അവേദി നിത്യം തത് ബ്രഹ്മ നിഷ്കളമഹം നജഭൂതസംഘ. പ്രാതർഭജാമി. ഇപ്പോൾ സ്മരണ കഴിഞ്ഞ് ഇനി ഭജിക്കാൻ പോവുക. കിടക്കയിൽ നിന്നിട്ട് ഉടനെ എണീക്കണം, ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ സ്മരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഭജിക്കുക. എന്താ ഭജിക്കേണ്ടത്? പ്രാതർഭജാമി മനസാ വചസാ അഗമ്യം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഇതിനെ പ്രാപിക്കാനാവില്ല. നിങ്ങളിപ്പോൾ ഇത് കേട്ടാലും ഇത് മനസ്സിലാകണം. ഞാൻ മനസ്സിലാക്കിയാണ് പറയണമെന്ന് വിചാരിച്ചു ഞാൻ പറയണത്. നിങ്ങൾക്കിത് ഞാൻ പറയണത് പോലെയാണോ മനസ്സിലാകണമെന്നതിനുള്ള ഒരു പറയുകയാണ് ശങ്കരാചാര്യ എഴുതി വെച്ചതുപോലെ. പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ ഓക്കെ അല്ലേ? മനസ്സാ വചസാ അഗമ്യം. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അഗമ്യമായിരിക്കുന്ന, പക്ഷേ ഈ വാക്ക് വാചോ വിഭാന്തി നിഖില യദനുഗ്രഹേണ. ഈ ബോധത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ വാക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് അർത്ഥസഹിതം അല്ലേ വാക്കുകൾ തിരഞ്ഞെടുത്തിട്ടല്ലേ ഞാൻ പറയണത്. അപ്പോൾ ഇന്ന ആ ആശയത്തിനനുസരിച്ചിട്ടുള്ള മലയാള വാക്കുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ സംസ്കൃത വാക്കുകൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? ഈ വിറ്റ്നസ്സറുടെ, ഈ ബോധത്തിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ. വാചോ വിഭാന്തി നിഖില. നിഖിലം കംപ്ലീറ്റ്. ഏത് അനുഗ്രഹേണ? ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? ഈ ബോധത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. യം നേതി നേതി വചനേർ നിഗമ അവോജുഹു. ഇതിനെ വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് വേദം പറയുന്നു നാ ഇത്, നാ ഇതി, നാ ഇതി, ഇതല്ല, ഇതല്ല. ഈ പുസ്തകം ഞാനല്ല, പുസ്തകം എൻ്റെയാണ്, എൻ്റെ പുസ്തകം ഞാനല്ല. എൻ്റെ കൈ ഞാനല്ല, എൻ്റെ പുസ്തകം ഞാനാണോ? എൻ്റെ പുസ്തകം ഞാനല്ല, പക്ഷെ എൻ്റെ പുസ്തകമാണ്. എൻ്റെ കൈയാണ്. എൻ്റെ ശരീരം ഞാനല്ല. എൻ്റെ മനസ്സെന്നാ പറയണേ. അപ്പം ഞാൻ മനസ്സല്ല. എൻ്റെ ബുദ്ധി,
എൻ്റെ ബുദ്ധിയിൽ എനിക്ക് അപ്പം അങ്ങനെ തോന്നി, എൻ്റെ ബുദ്ധിയിൽ എനിക്ക് അപ്പം അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ബുദ്ധി ഞാനല്ലോ. അപ്പോൾ ഞാനാരാ? ഐ ആം ദ കോൺഷ്യസ്നെസ്. പക്ഷെ അതിൻ്റെ അനുഗ്രഹമില്ലാണ്ട് വാക്കോ ബുദ്ധിയോ മനസ്സോ കയ്യോ കാലോ ഇന്ദ്രിയങ്ങളോ ഒന്നും പ്രവർത്തിക്കില്ല. വാചോ വിഭാന്തി നിഖിലായത് അനുഗ്രഹേണ യം നേതി നേതി വചനേർ നിഗമ അവോജുഹു. നിഗമം എന്ന് വെച്ചാൽ വേദം, ഉപനിഷത്ത്. ബൃഹദാരണ്യമാണ് ആദ്യമായിട്ട് ഇത് നാ ഇതി ഇതല്ല ഇതല്ല ഇതല്ല. പിന്നെ ഏതാണ്? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ അറിഞ്ഞുകൊണ്ടിരിക്കണ ഞാനല്ല എന്ന് പറയാൻ പറ്റുമോ? ശരീരം ഞാനല്ല, സമ്മതിച്ച്. മനസ്സ് ഞാനല്ല, ബുദ്ധിയല്ല. അറിഞ്ഞുകൊണ്ടിരിക്കണ കോൺഷ്യസ്നെസ് ഞാനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനാരാ? ബോധം ഞാനല്ല, പിന്നെ ആരാ? ബോധം മറിഞ്ഞാൽ ഞാനില്ല, ബോധം ഉള്ളപ്പോൾ ഞാനുണ്ട്. ഒരു പ്രസൻസ് ഉണ്ട് അല്ലേ? എപ്പോൾ ഈ പ്രസൻസ് ഈ ശരീരത്തെ ഉപേക്ഷിക്കണമോ ഈ ശരീരം അപ്പോൾ ശവമായി. അപ്പോൾ ഈ ശരീരത്തെ ഇപ്പം ശിവമാക്കി വെച്ചുകൊണ്ടിരിക്കണ ഈ ആത്മാവിനെ അല്ലേ ശിവൻ എന്ന് വിളിക്കേണ്ടത്? അപ്പം ഞാനാരാ? ശിവോഹം. ഞാനാണ് ശിവൻ. ഐ ആം ശിവ. അതല്ലേ? മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ശങ്കരാചാര്യരുടെ നിർമ്മാണ ഷട്കമുണ്ട്. ഇതൊക്കെ ടോപ്പാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്കൊന്നും പഠിക്കാനൊന്നുമില്ല. എന്നാൽ ഇതിലൊരെണ്ണം കൂടി ഞാൻ പറയാം. പ്രാതർ നമാമി. അപ്പോൾ എണിച്ചു, സ്മരിച്ചു ആത്മാവിനെ. രണ്ടാമത് ഭജിച്ചു. ഇനി മൂന്നാമത് നമസ്കരിക്കുക. നമാമി. പ്രാതർ നമാമി തമസപ്പരമർക്കവർണം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗത് അശേഷമശേഷമൂർത്തൗ രജ്വാംബുജംഗമ ഇവ പ്രതിഭാസിതം വൈ. പ്രാതർ നമാമി. ഞാൻ പ്രഭാതത്തിൽ തന്നെ ആദ്യം ആത്മാവിനെ നമസ്കരിക്കുന്നു. ഞാൻ എന്നെ തന്നെ നമസ്കരിക്കുന്നു, ഞാൻ എന്നെ തന്നെ സ്മരിക്കുന്നു, എന്നെ തന്നെ നമസ്കരിക്കുന്നു, എന്നെ തന്നെ ഭജിക്കുന്നു. വേറെ ഒരു സ്ഥലത്ത് നിന്ന് പൂജാമുറിയൊക്കെ അവിടെ കിടന്നോട്ടെ, അതൊക്കെ തുടക്കത്തിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ കിടന്നോട്ടെ. പുസ്തകം പോലും വേണ്ട ഇനി. ഇപ്പോൾ ഇത് വിസ്തരിക്കും. ഞാൻ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ വാക്ക് കിട്ടാണ്ട് വരണോണ്ട് എടുത്ത് പറയാം. പ്രാതർ നമാമി തമസപ്പരമർക്കവർണം. തമസപ്പരം അർക്കവർണം. അർക്കവർണം എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇരുട്ട് കാണാൻ പറ്റുമോ? അതുപോലെ ഈ ബോധത്തിൽ എവിടെയെങ്കിലും അൺകോൺഷ്യസ്നെസ്സിനെ കാണാൻ പറ്റുമോ? ബോധത്തിൽ അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഉറങ്ങിയപ്പോൾ ബോധം കോൺഷ്യസ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ബോധത്തിന് അവിടെ പ്രകാശിപ്പിക്കാൻ സ്ഥൂല ശരീരം ആബ്സെൻ്റാണ്, സൂക്ഷ്മ ശരീരം ആബ്സെൻ്റാണ്. അതുകൊണ്ടാണ് ഒന്നും പ്രകാശിപ്പിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നത്. പക്ഷേ അൺകോൺഷ്യസ്നെസ്സിനെ ഒരിക്കലും ബാധിക്കില്ല. ഇരുട്ടിന് ഒരിക്കലും സൂര്യനെ ബാധിക്കാൻ സാധ്യതയില്ല. അതുപോലെ ബോധത്തെ അബോധാവസ്ഥയ്ക്ക് തൊടാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ മഴക്കാർ കൊണ്ട് സൂര്യൻ മറഞ്ഞുപോയി എന്ന് പറയും. മഴക്കാർ ഉണ്ടായത് സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ്, ഭൂമിയിലെ വെള്ളം കൊണ്ടാണ് മഴക്കാർ ഉണ്ടായത്. ഭൂമിയിലിരിക്കുന്ന ഒരു ജീവനാണ് സൂര്യൻ മറഞ്ഞു പോയിട്ടുള്ളൂ. സൂര്യനെ മറയ്ക്കാൻ ഒരു മഴക്കാരനും സാധ്യമല്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. തമസപ്പരം അർക്കവർണം പൂർണ്ണം. പൂർണ്ണമാണത്. സനാതനപദം. സനാതനപദം എന്ന് വെച്ചാൽ എന്താ? ജാഗ്രത പദം ഒരു പദമാണ്, സ്വപ്നം വേറൊരു അവസ്ഥയാണ്. ജാഗ്രതൊരവസ്ഥ, സ്വപ്നൊരവസ്ഥ, സുഷുപ്തിരവസ്ഥ. അപ്പോൾ ഈ തുരീയ അവസ്ഥ എന്ന് പറയുന്നതാണ് ആത്മബോധം. ആത്മബോധം ഒരു പദമെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അതൊരു അവസ്ഥയല്ല. അതാണ് സത്യത്തിലുള്ളത്. മറ്റതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്, മഴക്കാർ പോലെ. സത്യത്തിൽ ഇത് മാത്രം മാറ്റമില്ലാതെ നിൽക്കുന്നു. അപ്പോൾ സനാതനപദം പുരുഷോത്തമാഖ്യം. ഇതിനെയാണ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ശരീരത്തിലും ജീവഭാവത്തിൽ ഇതാണ് കാണപ്പെടുന്നതെങ്കിലും ഇതല്ലാതെ വേറൊരു വസ്തു ഇല്ലാത്തത് കൊണ്ട് ഇതാണ് പുരുഷൻ, പുരുഷോത്തമൻ. അതായത് 15-ാം അധ്യായം ഗീതയിൽ 15-ാം അധ്യായം ഗീതയ്ക്ക് അതിനെന്താ പറയണേ? പുരുഷോത്തമ യോഗം എന്നാണ് അതിൻ്റെ പേര്. പുരുഷോത്തമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മം എന്നാണ് അർത്ഥം. എല്ലാ ജീവഭാവങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ബോധം എന്നാണ് അർത്ഥം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വാമിജിയുടെ ഉള്ളിലിരിക്കുന്ന ചിന്തകളെ ഇപ്പോൾ സ്വാമിജിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ഉള്ളിലുള്ള ചിന്തകളെയും ഭാവി കാലത്ത് ഭൂതകാലത്തേക്ക് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ ഒരൊറ്റ കോൺഷ്യസ്നെസ്സാണ് ഇതൊക്കെ അറിയണത്.
പക്ഷെ ആ കോൺഷ്യസ്നെസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യണില്ല, ഞാൻ അങ്ങോട്ടും ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കണൊക്കെ എനിക്ക് അറിയാൻ പറ്റും അല്ലേ? എൻ്റെ ഉള്ളിലുള്ളത് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല, പിന്നെ മറ്റുള്ളവരുടെ സഹിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? അതിനെ അങ്ങ് ഡിസ്കാർഡ് ചെയ്യുക. ആ ചിന്തകളൊക്കെ, ചിന്തകൾ വെറും വേസ്റ്റാണ്, വെറും വേവ്സാണ്, അതൊക്കെ ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ ആ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വമാണ് ഈശ്വരൻ എന്ന് പറയുന്ന. ആ ഈശ്വരനേക്കാളും വലുതാണ് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലാ ശരീരം ധരിച്ചതിന് പ്രപഞ്ചം മുഴുവൻ ധരിച്ച് നിൽക്കുന്ന ഈ പുരുഷോത്തമനെയാണ് പുരുഷോത്തമാഖ്യം എന്നുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാവരുടെയും ചിന്തകളെയും പ്രവർത്തികളെയും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധം എന്നർത്ഥം, പുരുഷോത്തമാഖ്യം. ആ ബോധം തന്നെയാണ് എന്നിൽ. ഇതിൽ വേറെ പല ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ അതിലൊന്നും പോകരുത്. അതൊക്കെ പലരും പോയിട്ടുണ്ട്, ഇങ്ങനെ എന്നൊക്കെ വായിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും ഇതിൽ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞാൽ ഏത് തലത്തിലേക്ക് വരും? ജാഗ്രത്തിൻ്റെ തലത്തിലേക്ക് ഞാൻ ചുരുങ്ങി അധപതിച്ചു പോകും. അതുകൊണ്ടാണ് ഈ അഷ്ടസിദ്ധികൾ ഉപയോഗിക്കരുത്. ഈ പലതരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ നമുക്ക് സാധിക്കും. അത് ഉപയോഗിക്കരുതെന്നാണ് പറയണത്. അത് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ കുടുങ്ങിപ്പോയി, ജാഗ്രതയിൽ കുടുങ്ങി. നിങ്ങളുടെ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നു, പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനാ എനിക്കെന്ത് കേട്ടോളെ, നിങ്ങൾക്ക് എന്ത് കേട്ടോളെ? നിങ്ങൾ സത്യം അറിഞ്ഞിട്ട് മുക്തനായ പോലെ വേണ്ടത്. നിങ്ങളുടെ കഴിഞ്ഞ ഭൂതകാലം നിങ്ങൾ അതായിരുന്നു ഇതായിരുന്നു, അതൊക്കെ കഴിഞ്ഞു പോയിട്ട് അറിഞ്ഞിട്ട് ഇനി എന്താ കാര്യം? ഇപ്പോൾ ചിലർ പല പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് മുൻ ജന്മത്തിൽ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ജനിക്കും അങ്ങനെ ജനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ അറിഞ്ഞിട്ട് ഏത് നിമിഷം നിങ്ങൾ ഈ സത്യത്തെ അറിയുന്നുവോ അതെല്ലാം നിങ്ങളിൽ നിന്ന് പോകും. അതാണ് പുരുഷോത്തമാഖ്യം. യസ്മിന്നിതം ജഗത് അശേഷമൂർത്തി. ഇതിൽ ആത്മാവെന്ന് പറഞ്ഞ അല്ല യോഗം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അശേഷമില്ല എന്നാണ്. യസ്മിന്നിതം ജഗത് അശേഷം. ജഗത്തെന്ന് പറയണോ, ജാഗ്രത എന്ന് പറയണോ, സ്വപ്നം എന്ന് പറയണത് ഇതിൽ ഇല്ലേ ഇല്ല, സുഷുപ്തിയുമില്ല. എന്താ കാരണം? സുഷുപ്തി എന്ന് പറയുന്നത് അൺകോൺഷ്യസ്നെസ്സാണ്. അൺകോൺഷ്യസ്നെസ് ഒരിക്കലും കോൺഷ്യസ്നെസ്സിനെ ബാധിക്കില്ല. അതുകൊണ്ട് പ്രാതർനമാമി തമസ പരം അർക്കവർണം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിതം ജഗത് അശേഷമൂർത്തവും രജ്വാം ഭുജംഗമ ഇവ പ്രതി. ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു. അജ്ഞാനാവസ്ഥയിൽ അരണ്ട വെളിച്ചത്തിൽ കയറ് വളഞ്ഞു കിടക്കണത് കണ്ടാൽ പാമ്പായിട്ട് തോന്നണത് പോലെ, ഇല്ലാത്ത പാമ്പ് ഉള്ള കയറിൽ തോന്നുന്നത് പോലെ ഉള്ള ബോധത്തിൽ ഇല്ലാത്ത ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ കണ്ട് ഭയപ്പെട്ട് ഈ ലോകം ഇങ്ങനെ കഴിയുകയാണെന്നർത്ഥം. അത് അറിഞ്ഞിട്ട് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ഈ പാമ്പിനെ പേടിയുണ്ടോ? ഈ പാമ്പിനെ എനിക്ക് ചവിട്ടാം, അതെന്നെ കടിച്ചാലും എന്നെ ഏക്കില്ല. കണ്ട ശങ്കരാചാര്യരുടെ ഈ പ്രാതസ്മരണം മാത്രം മതി. പക്ഷെ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇത് മനസ്സിലാവുള്ളൂ. 3 മന്ത്രമേ ഉള്ളൂ, 3 അല്ലേ? ഇപ്പം 4 3 12 വരികളാണ്. മണ്ഡൂക്യോപനിഷത്തും 12, ഇതും 12 വരികളുള്ളൂ. പ്രാതർനമാമി തമസ പരമർക്കവർണം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം. പുരുഷോത്തമൻ എന്ന് പറയപ്പെടുന്ന ഈ ആത്മതത്വം യസ്മിന്നിതം ജഗത് അശേഷമൂർത്തോ. ഇതിൽ ജഗത്തെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ കണ്ട ലഡു ജാഗ്രതയിൽ അന്വേഷിച്ചാൽ കിട്ടുമോ? ഒരു സാധനം ബാക്കിയില്ല. ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയാലും സുഷുപ്തിയിലേക്ക് ജാഗ്രതയിൽ ഒരു വസ്തുക്കളും അവിടെ ഇല്ല. അതുപോലെ മരിച്ചു പോയാലും ഇതൊക്കെ കംപ്ലീറ്റ് പോയില്ല. അപ്പോൾ രജ്വാം ഭുജംഗമൈവ. അപ്പോൾ ഇതെന്താണ്? ആത്മാവായിരിക്കുന്ന കയറിൽ പാമ്പ്, അജ്ഞാനത്തിൽ കയറിൽ പാമ്പായിട്ട് തോന്നുന്നത് പോലെ തോന്നുന്നതാണ് ഈ ജഗത്ത്. അല്ലാണ്ട് സത്യത്തിലില്ല ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും. അപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ ഈ ശരീരത്തെ ധരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന് പറയണ ആത്മതത്വം ഉള്ളത് കൊണ്ടാണ് ഇത് ശിവമായിട്ടിരിക്കുന്നത്. എപ്പോൾ ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കണോ അപ്പോൾ ഇത് ശവമായിട്ട് മാറുന്നു. അപ്പോൾ ശിവമായിരിക്കുന്ന ഞാൻ ഇതിനെ ഉപേക്ഷിച്ച ശവം. അപ്പം ഞാനാരാ? ഞാൻ ശവമാണോ ശിവമാണോ? ജഡം എന്ന് പറയുന്നത് ശവം, ചിത് എന്ന് പറയുന്നത് ബോധം എന്ന് പറയുന്നത് ശിവൻ. ഞാൻ ശിവനാണ്, ഞാൻ ജഡമല്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ഒന്ന് ഓടിച്ചു പോകാം. മനോബുദ്ധി അഹങ്കാരം നിർവാണ ഷട്കം ശങ്കരാചാര്യരുടെ. ഇതൊക്കെ ശങ്കരാചാര്യർ വളരെ സിമ്പിളായിട്ട് നമ്മൾ വേദം, ഞാൻ പറയട്ടെ, ഈ ഉപനിഷത്തുകളൊക്കെ എങ്ങനെ നിങ്ങൾ പഠിച്ചോ? ശങ്കരനെ പഠിച്ചത് ഈസിയായിട്ട് മനസ്സിലാവും.
നാരായണ ഗുരുവിനെ പഠിച്ചാലും ഈസിയായിട്ട് മനസ്സിലാവും. മലയാളിക്ക് ഇത് ഇത്രയും കൂടി ക്ലിയർ ആണെങ്കിൽ നാരായണ ഗുരു കൂടി പഠിക്കണം, അപ്പോൾ ക്ലിയറായിട്ട് കിട്ടും. മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം. മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിത്തം ഞാനല്ല. നജ ശ്രോത്ര ജിഹ്വേ നജ ഇത് ഇത്തിരി വിസ്തരിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ. ഞാൻ ചെവിയല്ല, നാക്കല്ല, മൂക്കല്ല, കണ്ണല്ല. നജ വ്യോമ ഭൂമിർന്ന തേജോ ന വായു. ഞാൻ ആകാശമല്ല, ഭൂമിയല്ല, അഗ്നിയല്ല, വായുവല്ല. ചിദാനന്ദരൂപ. ആനന്ദസ്വരൂപമായിരിക്കുന്ന ബോധമാകുന്ന ശിവനാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിത് എന്ന് വെച്ചാൽ ബോധം. ആനന്ദം തന്നെയായിരിക്കുന്ന ബോധമാണ്. ഈ ആനന്ദം എന്ന് പറയുന്നത് ബോധമാണ്. ആനന്ദം ബ്രഹ്മേതി വജാനാത് ചൈതന്യോപനിഷത്ത്. ആനന്ദത്തെയാണ് ബ്രഹ്മമെന്നറിയേണ്ടത്. ആനന്ദം തന്നെ ചിദാനന്ദരൂപനായിരിക്കുന്ന ശിവനാണ് ഞാൻ. ശിവോഹം ശിവോഹം. നജ പ്രാണസപ്ഞോ നവൈ പഞ്ചവായു നവസപ്തധാതുർ നവ പഞ്ചകോശഃ നവാക്പാണിപാദൗ നചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നച്ച പ്രാണസപ്ഞോ. ഈ പ്രാണൻ എന്ന് പറയണത് ഞാനല്ല. പ്രാണൻ എനർജിയാ. എനർജി മാറ്ററിൻ്റെ ഭാഗമല്ലേ. എനർജി കട്ടിപിടിച്ചതാണ് മാറ്റർ. ഈ ബ്ലാക്ക് മാറ്റർ എന്ന് പറയണത് എന്താ? ബ്ലാക്ക് മാറ്റർ മാറ്ററിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ സയൻസൊക്കെ തിരിച്ചറിഞ്ഞത് അതാണ്. അപ്പം ഞാൻ പ്രാണനുമല്ല. എന്നുവെച്ചാൽ പ്രാണസപ്ഞോ നവൈ പഞ്ചവായു. പഞ്ചവായുക്കളുണ്ട് ഈ ശരീരത്തിൽ. 5 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ. ഇതൊക്കെ എങ്ങനെ ഋഷിമാരിതൊക്കെ നമ്മുടെ ശരീരത്തെ നമ്മൾ ശരിക്കും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രാണശക്തി പലതരത്തിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ ശരീരം ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് പഞ്ചവായു. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. നവ സപ്തധാതുർ. സപ്തധാതുർ എന്ന് വെച്ചാൽ 7 ധാതുക്കൾ. ത്വക്ക്, മാംസം, മജ്ജ, രക്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ 7 ധാതുക്കളുണ്ട് ആയുർവേദത്തിൽ. ആയുർവേദമാണ് ആയുസ് വേദം അല്ലേ. ആയുർവേദം എന്ന് വെച്ചാൽ ആയുസ്സിൻ്റെ വേദമാണ്. ആ വേദം രോഗം വരാതിരിക്കാൻ, രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല പ്രധാനം. നിങ്ങൾ ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രോഗം വരില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ ആളുകൾ രോഗം വരുമ്പോൾ ചെല്ലും. അതല്ല, ശരിക്കും ആയുർവേദം നേരത്തെ അതൊരു ചികിത്സയാണ്. ആ ചികിത്സ ചെയ്ത ആൾക്ക് രോഗം വരില്ല എന്നുള്ളതാണ് എന്നാണ് പറയുന്നത് വേദം. ഉപവേദത്തിൽപ്പെട്ടതാണ് ആയുർവേദം. സപ്തധാതുർ നവ പഞ്ചകോശ. പഞ്ചകോശ എന്ന് വെച്ചാൽ എന്താ? അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇത് വേറെ വേറെ ആയിട്ട് തോന്നണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒറ്റ സാധനമാണ്. നമ്മൾ വിചാരിക്കും ഇത് പഠിക്കാൻ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് പറയണമെന്നുള്ളൂ. ഈ സ്ഥൂല ശരീരം അന്നമയകോശത്തിൽ തന്നെയാണ് പ്രാണമയകോശം. അവരുടെയൊക്കെ ഉളുക്കൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? പ്രാണന് അവിടുത്തെ സഞ്ചാരം ശരിയല്ല. അതാണ് അന്നമയം, പ്രാണമയം, മനോമയം. ഈ ഉളുക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് മാറ്റാം. എന്നുവെച്ചാൽ ഈ പ്രാണനും മനസ്സും തമ്മിൽ ബന്ധമുണ്ട്. ഓട്ടോമാറ്റിക് നമ്മളെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഉളുക്ക് പറ്റി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാം. വേറെ ഡോക്ടറെ അടുത്ത് ഓടിപ്പോകണ്ട, ഇങ്ങനെ ഓടിപ്പോകേണ്ട കാര്യമില്ല. നമ്മളിവിടെ നിന്ന് ചെയ്തപ്പോൾ മനസ്സിലാകും. യോഗാസനമൊക്കെ അതിൻ്റെ ഭാഗമാണ്. പ്രാണമയം, മനോമയം, വിജ്ഞാനമയം. വിജ്ഞാനമയം എന്നാണ് അനുഭവ സമ്പത്താണത്. അത് ബുദ്ധിയാണത്. പിന്നെ ആനന്ദമയം. ആനന്ദമയമാണ് ഉറക്കം, ഏറ്റവും സുഖമുള്ള അനുഭവം അതാ ആനന്ദമയമല്ലേ. ഈ ആനന്ദമായി പോയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. മൊബൈൽ ചാർജ് ചെയ്യണ പോലെ ചാർജ് ചെയ്തിട്ട് ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് എണീറ്റ് പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ പ്രതിയില്ല. ഒന്നുകിൽ സ്വപ്നം കാണണം, അല്ലെങ്കിൽ ജാഗ്രതയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഈ ചാർജ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആനന്ദമയ അവസ്ഥയിൽ പോകുന്നത്. ഈ കോശം എടുത്ത് കളഞ്ഞ ആനന്ദം മാത്രം. അപ്പോൾ ജാഗ്രതയില്ല, സ്വപ്നമില്ല, സുഷുപ്തിയില്ല, ബ്രഹ്മം മാത്രം. അപ്പോൾ നച പ്രാണസപ്ഞോ നവൈ പഞ്ചവായു നവ സപ്തധാതുർ നവ പഞ്ചകോശ നവാക്പാണി പാദൗ ന ചോപ. ഇത് കർമ്മേന്ദ്രിയങ്ങൾ. വാക്ക്, പാണി കൈകൾ, പാദം കാലുകൾ, ഉപസ്ഥം ജനനേന്ദ്രിയം, പായു വിസർജനേന്ദ്രിയം. അപ്പോൾ അങ്ങനെ അത് ഈ സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആത്മാവിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നത്. ആത്മാവിലില്ല അത്.
നവസപ്തധാതുർ നവ പഞ്ചകോശ നവാക്പാണിപാദവും ചോപസ്തപായു. അപ്പം ഞാനാരാ? ചിദാനന്ദരൂപ. ഇതൊക്കെ പ്രവർത്തിക്കണം ഞാൻ ഈ ശരീരത്തെ ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രം. ശരീരത്തെ ധരിക്കുന്നതുകൊണ്ടാണ് എന്നെ ധർമ്മം എന്ന് വിളിക്കുന്നത്, ധർമ്മസ്വരൂപം. അപ്പോൾ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഞാൻ ശിവമാണ്, ആനന്ദസ്വരൂപമായിരിക്കുന്ന ബോധമാണ്. ശിവോഹം ശിവോഹം. നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ശങ്കരാചാര്യർ വേദം മുഴുവൻ കുറുക്കി ഇതിലിട്ടേക്ക. വേദം മുഴുവൻ പഠിച്ചോ, അതിനെ ഇവിടെയൊക്കെ തള്ളിയിട്ട് ഉള്ളത് എന്താണെന്ന് പറയും. വേദം എന്താണ് ലക്ഷ്യപ്പെടുന്നത് അത് നമുക്ക് ഇത് കിട്ടും. എന്താ ഇവിടെ പറയണത്? നമ്മെ ദേഷ്യം ഞാനല്ല. വാട്ട് ഈസ് ദേഷ്യം? ഞാൻ ഈ ലോകത്ത് നിന്ന് അജ്ഞാനം കൊണ്ട് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദേഷ്യവും രാഗവും ദേഷ്യവും. നമ്മെ ലോഭമോഹവും. ലോഭമൊക്കെ ഈ ജാഗ്രതയിലേ ഉള്ളൂ. ജാഗ്രത സത്യം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ലോഭം ഉണ്ടാവുമോ, മോഹമുണ്ടാവുമോ? അപ്പോൾ നമ്മെ ദ്വേഷരാഗവും നമ്മെ ലോഭമോഹവും മതോ നൈവ മേ നൈവ മാത്സര്യഭാവ, എനിക്ക് മതവുമില്ല മാത്സര്യവുമില്ല. എനിക്ക് തുല്യനായിട്ട് ആരുണ്ട്? ആരാ ചോദിക്കണത്? അറിവില്ലാത്തവന്. എനിക്ക് തുല്യനായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഏത് ആത്മബോധത്തിൽ അത് അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ അവസ്ഥയിൽ നിങ്ങളുടെ അടുത്ത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇത് മനസ്സിലാകാത്ത ഒരാൾക്ക് ദേഷ്യം വരും. അല്ലേ? അല്ലേ? ശരിയല്ലേ? എന്നാ മത്സര്യഭാവ. ആരോടാണ് നിങ്ങൾ മത്സരിക്കണത്? ഞാൻ എന്നോട് തന്നെ മത്സരിക്കുക. പക്ഷെ അങ്ങനെയാണ് കളി നടക്കണത്. ആത്മതത്വം അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതൊക്കെ സ്റ്റെപ്പായിട്ട് ജ്ഞാനിയെ ജ്ഞാനത്തിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം ധർമ്മം എന്താണ് അറിയണം, അധർമ്മം എന്താണെന്ന് അറിയണം. അതിൽ ധർമ്മം അനുഷ്ഠിച്ചിട്ട് ധർമ്മത്തിലൂടെ ധനം ഉണ്ടാക്കിയിട്ട് ആ ധനം കൊണ്ടിട്ട് ധാർമ്മികമായിട്ട് ധനം കൊണ്ടിട്ട് ധാർമ്മികമായിട്ടുള്ള കാമങ്ങളൊക്കെ അനുഭവിച്ചിട്ട് വിരക്തി വരും. വിരക്തി വരുമ്പോൾ മോക്ഷം അന്വേഷിക്കും. അല്ലേ? സത്യത്തിൽ വെറും സത്സംഗം കൊണ്ട് തന്നെ നമുക്കിതൊക്കെ കിട്ടും. ഇത്രയും കാര്യം ഒന്നും കിടന്ന് കറക്കണ്ട. അതാണ് ശങ്കരാചാര്യ പറയണത്. ശങ്കരാചാര്യ അത് ശരിക്കും ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. എന്ത് ധർമ്മം ന ധർമ്മോ ന ച അർത്ഥോ ന കാമോ ന മോക്ഷ. ഞാൻ ധർമ്മവുമല്ല, അർത്ഥമല്ല, കാമമല്ല, മോക്ഷമല്ല. അപ്പോൾ ഇത് അറിഞ്ഞ ഒരാൾക്ക് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ അതാണ് ഇവിടെ പറയാൻ കാരണം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഞാൻ ആനന്ദസ്വരൂപമായിരിക്കുന്ന ബോധമാണ്, ശിവനാണ് എന്ന് പറയാം. അതറിഞ്ഞ ഒരാൾക്ക് ഈ ധർമ്മമില്ല, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളൊന്നും അയാൾക്ക് ഇനി പ്രസക്തിയില്ല. അറിയാത്ത ഒരാൾക്ക് അതൊക്കെ പ്രസക്തി ഉണ്ട് കേട്ടോ. അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ പറയണം മുഴുവൻ തലയാട്ടി കേൾക്കരുത്. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം. പുണ്യം പാപക്കാർക്കാ? ഈ ലോകം സത്യമാണെന്നും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പുണ്യം സൽക്കർമ്മങ്ങൾ ചെയ്താൽ പുണ്യം കിട്ടുന്നു, സ്വർഗത്തിൽ പോകാമെന്നും, പാപം ചെയ്താൽ പാപം കിട്ടുന്നു, നരകത്തിൽ പോയി അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? പക്ഷേ ഈ സത്യം ഈ സത്യത്തിലില്ല ഉലകമെന്ന് അറിഞ്ഞ ഒരാൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഈ 7-14 ലോകങ്ങളും ഇല്ല, നരകവും ഇല്ല, സ്വർഗവും ഇല്ല എന്ന് അറിഞ്ഞ ഒരാൾക്ക് ന പുണ്യം ന പാപം ന സൗഖ്യം. എനിക്ക് ഇപ്പം നല്ല സുഖമുണ്ട്, ചിലപ്പോൾ എനിക്ക് അസുഖം വരില്ലേ? ശരീരത്തിനാണ് സുഖവും ദുഃഖവും രോഗവും അനാരോഗ്യമൊക്കെ വന്നത്. ആത്മാവിന് ഇതൊന്നും ബാധിക്കില്ല. ആത്മാവ് എപ്പോഴും ആനന്ദ സ്വരൂപമാണ്, അതിനൊരു രോഗം ബാധിക്കില്ല. അതുകൊണ്ട് ന സൗഖ്യം ന ദുഃഖം, സുഖം ദുഃഖമൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അത് ജാഗ്രതത്തിലെ സ്ഥൂല ശരീരത്തിനും സ്വപ്നത്തിലെ സൂക്ഷ്മ ശരീരത്തിനുമാണ് സുഖം ദുഃഖം ഒക്കെ വന്നത്. അല്ലേ? അവിടെയല്ലേ? സ്വപ്നത്തിലും ദുഃഖമുണ്ട്, സുഖമുണ്ട്. ജാഗ്രതത്തിലും സുഖമുണ്ട്, ദുഃഖമുണ്ട്. ആത്മാവിൽ ഇതൊന്നും, ആത്മാവ് അതിനെയൊക്കെ സാക്ഷിയെ അറിയുന്നു മാത്രമേ ഉള്ളൂ. ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞാഃ ന മന്ത്രോ. മന്ത്രം എവിടെയാണ് എഫക്റ്റീവ് ആവുന്നത്? ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാത്രമേ മന്ത്രം എഫക്റ്റീവ് ആവുള്ളൂ. സുഷുപ്തിയിൽ പോലെ എഫക്റ്റീവ് അല്ല. പക്ഷെ ചിലവർ പറയും സുഷുപ്തിയിലും മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അയാൾ ഉറങ്ങുമല്ല.
നമ്മുടെ സുഷുപ്തിയുടെ ഡെഫിനിഷൻ എന്താണ്? എത്ര സുപ്തം എന്ന കഞ്ചന കാമം കാമയത എന്ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. അപ്പോൾ സുഷുപ്തിയിൽ ഞാനിങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉറക്കമില്ലെന്നർത്ഥം. അപ്പോൾ അത് ശരിയാവില്ല. എന്നാൽ മന്ത്രോ, അപ്പം മന്ത്രത്തിന് ഈ ലോകത്തിൽ മാത്രമേ പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഓം തത് സത് നാരായണായ വിദ്മഹേ വാസുദേവായ ധീം, ഇതൊക്കെ ജാഗ്രതയിലും സ്വപ്നത്തിലേ പ്രസക്തിയുള്ളൂ. ആത്മബോധത്തിൽ ഇതിനൊരു പ്രസക്തിയും ഇല്ല. അതുകൊണ്ട് ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞാഹ. ഋക്ക് യജസ് ആദ്യം വേദമൊക്കെ പഠിക്കേണ്ട പറ്റുന്നുണ്ടാ? ജാഗ്രത പഠിക്കാം, സ്വപ്നത്തിൽ പഠിക്കാൻ പറ്റുമോ? പഠിക്കാം, പക്ഷെ അത് ശരിയായിരിക്കും തെറ്റോ എന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. ഇവിടെ ഇപ്പം എനിക്ക് ഋഗ്വേദം എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ യജുർവേദം എടുത്ത് വായിക്കാം, അല്ലേ? ജാഗ്രതയിലേ കിട്ടുള്ളൂ. അപ്പോൾ ജാഗ്രതനെ ആശ്രയിച്ചിരിക്കുന്ന വേദം സത്യമാണോ? ജാഗ്രതനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയാലും അത് സത്യമല്ല. എന്നാൽ വേദ, ഞാനല്ല പറഞ്ഞ ശങ്കരാചാര്യ, കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ വേദാന്ന യജ്ഞാഹ, അതിൽ കർമ്മകാണ്ഡത്തിൽ യജ്ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മനഃശുദ്ധി, എന്തിനാണ്? മനഃശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും വേണ്ടിയിട്ട് യജ്ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, സ്വർഗത്തിൽ പോകാനല്ല. ഇതെല്ലാം തള്ളി പറയുന്നുണ്ട്. അപ്പോൾ യജ്ഞങ്ങൾ ഇപ്പം കൊച്ചിന് കഷായം കൊടുക്കുമ്പോൾ പറയില്ലേ പണ്ട്, അപ്പം അമ്മമ്മ പറയും ശർക്കര തരാം, അന്ന് ചോക്ലേറ്റ് ഒന്നും ഇല്ല, കൽക്കണ്ടം തരാം, നീ ഇത് കുടിക്കുക. അപ്പം അത് കയ്യിൽ വെച്ചിട്ട് തരില്ല, കുടിച്ചിട്ട് ഉടനെ കുടിച്ചിട്ട് ഉടനെ നമ്മൾ കഴിക്കുക. അതാണ് യജ്ഞത്തിൽ പറഞ്ഞ ഫലം. സത്യത്തിൽ ആ യജ്ഞം ചെയ്തുകൊണ്ട് സ്വർഗം ഉണ്ടായിട്ട് വേണ്ട സ്വർഗത്തിൽ പോകണമെങ്കിൽ, നരകം ഉണ്ടായിട്ടുണ്ട്. ആത്മാവല്ലാതെ വേറൊരു വസ്തു സത്യത്തിലില്ല. ഇതൊക്കെ സ്വപ്നമാണ് തരും. ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞാഹ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത. ഞാൻ ഭോക്താവുമല്ല. ആരാണ് ഭക്ഷണം കഴിക്കുന്നത്? സ്ഥൂല ശരീരമാണ്. ഈ സ്ഥൂല ശരീരത്തിന് കിട്ടിയ ഭക്ഷണം ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. സ്ഥൂല പ്രപഞ്ചത്തിലെ ഭക്ഷണം സ്ഥൂല ശരീരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് വെറും സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ബോധം മാത്രമാണ് ഞാൻ. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് അറിയണതാരാ? നാവിലൂടെ ടേസ്റ്റ് അറിയണത് ഞാനാണ്. പക്ഷേ ഈ ജഡമായ ശരീരത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഉറങ്ങിക്കിടക്കണ അൺകോൺഷ്യസ് ആയിട്ടുള്ള നാവിലേക്ക് നിങ്ങൾ ശർക്കര എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അയാൾ അറിയേയില്ല. ശരിയല്ലേ? ഉറങ്ങിക്കിടക്കുന്ന ആളുടെ അടുത്ത് ഒരു ചന്ദനം അരച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മൂക്കിൻ്റെ അടുത്ത് അയാൾ അറിയില്ല. എന്നുവെച്ചാൽ കോൺഷ്യസ്നെസ് അതിൽ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ മണം അറിയുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് സ്ഥൂല ശരീരമാണ്. പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയ സ്ഥൂല ഭക്ഷണം സ്ഥൂല ശരീരം കഴിക്കണു. സ്വപ്നത്തിൽ സൂക്ഷ്മ ഭക്ഷണം സൂക്ഷ്മ ശരീരം കഴിക്കണു. പക്ഷെ വിശപ്പ് മാറില്ല. വിശപ്പ് മാറണമെങ്കിൽ സ്ഥൂല ശരീരത്തിൽ ഭക്ഷണം ചെല്ലണം. അതല്ലേ സ്വപ്നത്തിൽ സദ്യ കഴിക്കണ സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ. ഈ എത്ര കഴിച്ചിട്ടും വിശപ്പ് മാറണില്ല. ഇതൊക്കെ എങ്ങനെയാണ്? അതൊക്കെയാണ് എൻ്റെ അനുഭവത്തിൻ്റെ തലങ്ങൾ. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു സ്വപ്നത്തിലല്ല. അപ്പോൾ സ്വപ്നത്തിൽ വിശക്കും നമുക്ക്. ചില സമയത്ത് രാത്രി ഭക്ഷണം കഴിക്കാണ്ട് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ വിശക്കുമ്പോഴാണ് ഉടനെ സദ്യ സ്വപ്നം കാണും. സദ്യ സ്വപ്നം കാണുമ്പോഴോ സദ്യക്ക് ചിലണതും ഭക്ഷണം കഴിക്കണമായിട്ടൊക്കെ കഴിക്കും. പക്ഷേ ഒരിക്കലും വിശപ്പ് തീരണില്ല. വിശപ്പ് തീരണമെങ്കിൽ ഉണർന്ന് ഭക്ഷണം കഴിക്കണമെന്നർത്ഥം. ന മന്ത്രോ ന അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത. അതുകൊണ്ട് ഭോജനവും ഭോജ്യവും ഭോക്താവും ഒക്കെ ജാഗ്രത്തിലെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ജാഗ്രത്തിൻ്റെയും ജാഗ്രത ശരീരത്തിൻ്റെ ഭാഗമാണ്, ആത്മാവിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ഞാൻ ചിദാനന്ദരൂപ ശിവോഹം. ഞാൻ ആനന്ദസ്വരൂപമായിരിക്കുന്ന ശിവനാണ്, ബോധമാണ്. കൈലാസത്തിൽ മറ്റേ വെള്ളമായിട്ടൊക്കെ ഇരിക്കുന്ന കഴുത്തിൽ പാമ്പിട്ടിരിക്കുന്ന ഒരു ശിവകാശി ശിവനല്ല, കോൺഷ്യസ്നെസ് ആയിരിക്കുന്ന ശിവ. അദ്വൈതം, ശാന്തം ശിവം അദ്വൈതം, ആ ശിവമാണ്. ന മൃത്യുർ ന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർ ന ശത്രുർ ഗുരുർ നൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം. ന മൃത്യുർ, മരണമില്ല. എനിക്ക് മരണമില്ല. ജാഗ്രതത്തിലെ ഈ ശരീരം മരിക്കും, സ്വപ്നത്തിലെ ശരീരം മരിക്കും, പക്ഷേ എനിക്ക് മരണം ഇല്ല. ന മൃത്യുർ ന ശങ്ക, എനിക്ക് സംശയമേ ഇല്ല. സംശയമുണ്ടോ?
സംശയമേ ഇല്ല. ന ശങ്ക നമ്മേ ജാതിഭേദ. ഇപ്പം ഈ ശരീരം ഒരു ആൺ ശരീരമാണ്, പെൺ ശരീരമാണ് അല്ലേ? അതാണ് ജാതി ശരിക്കും. ആൺജാതി പെൺജാതി എന്നുള്ള ജാതി. പിന്നെ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു തൊഴിലൊക്കെ അനുസരിച്ചൊക്കെ ചരിത്രപരമായിട്ടൊക്കെ ഉണ്ടായത്. അതും ശരിയല്ല. എന്നാൽ ജാതിഭേദം അതിലിഞ്ഞ് വേണമെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെടുത്താലും അതും ആ ഭേദവും ശരിയല്ല. അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ജാഗ്രത്തിൻ്റെ ഭാഗമാണ്. പിതാ നൈവമേ നൈവ മാതാ ജന്മ. എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, ഞാൻ ജനിച്ചിട്ടുമില്ല. ഇവിടേക്കാണ് ആളുകൾ കുടുങ്ങി പോണത്. ഈ ശരീരത്തിനൊരച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ നീലാംബരൻ. ഈ ശരീരത്തിന് അമ്മയുണ്ട്, ബീജദാതാവ് നീലാംബരൻ, അണ്ടം അമ്മയുടെ വിലാസിനി. അങ്ങനെ എനിക്കൊരു ശരീരം കിട്ടി. അത് ഈ സ്ഥൂല ശരീരത്തിൻ്റെയാണ്. ആത്മാവായ എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല. പക്ഷെ അച്ഛൻ്റെ ആത്മാവും അമ്മയുടെ ആത്മാവും എൻ്റെ ആത്മാവും രണ്ടല്ല, ഒന്ന്. അപ്പോൾ എനിക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ? അച്ഛനില്ല. ആത്മതലത്തിൽ ഈ ഇത് അത് മനസ്സിലാക്കണം, ആ ഡയമെൻഷൻ മനസ്സിലാക്കണം. ആത്മതലത്തിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അച്ഛനില്ല അമ്മയില്ല ജഗത്തില്ല ഒന്നുമില്ല. പക്ഷെ സ്ഥൂല ശരീരം ജാഗ്രതയിൽ എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ കാണണം. അതാണ് ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞേക്കുന്നത്. പിതാ നൈവമേ നൈവ മാതാ ച ജന്മ. ഞാൻ ജനിച്ചിട്ടില്ല, ജനിച്ചത് അത് ജാഗ്രതയിലാണ് അല്ലേ? ജാഗ്രതയിലാണ് വിലാസിനി നീലാംബരർക്ക് പുത്രനായിട്ട് ഞാൻ ജനിച്ചത്. അങ്ങനെയാണ്. ന ബന്ധുർ ന ശത്രുർ ഗുരുർ നൈവ ശിഷ്യ. എനിക്ക് ബന്ധുക്കളില്ല. ബന്ധുക്കൾ എവിടെയുള്ളത്? ജാഗ്രതയിലാണുള്ളത്. സ്വപ്നത്തിലും ആ ബന്ധുക്കളുണ്ടാകാം. ശത്രുക്കൾ എവിടെയുള്ളത്? ബന്ധുക്കളുണ്ടോ? തീർച്ചയായിട്ടും ശത്രുക്കളും ഉണ്ടാവും. അപ്പോൾ ശത്രുക്കളും നമുക്ക് ജാഗ്രതയിലേ ഉള്ളൂ. ഗുരു എവിടെ ഉള്ളത്? അതും ജാഗ്രതയിലേ ഉള്ളൂ. ശിഷ്യൻ എവിടെ ഉള്ളത്? ജാഗ്രതയിലേ ഉള്ളത്. ആത്മബോധത്തിൽ ബന്ധുവില്ല, ശത്രുവില്ല, ഗുരുവില്ല, ശിഷ്യനുമില്ല. ബോധശുദ്ധ ആനന്ദം മാത്രം. ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. അപ്പം ഞാൻ ആരാ? അഹം നിർവികൽപ്പ. ഒരു സങ്കല്പങ്ങളുമില്ലാത്ത ശുദ്ധബോധമാണ് ഞാൻ. അഹം നിർവികൽപ്പ. അഹം നിർവികൽപ്പോ നിരാകാരരൂപോ. എനിക്കൊരു ആകാരവുമില്ല, ഒരു ഷേപ്പുമില്ല. ജാഗ്രതയിൽ എനിക്കൊരു രൂപമുണ്ട്, സ്വപ്നത്തിൽ എനിക്ക് രൂപമുണ്ട്, സുഷുപ്തിയിൽ എനിക്ക് രൂപമേ ഇല്ല. പക്ഷെ ആത്മാവിൽ എനിക്കൊരു രൂപവും എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിർവികൽപ്പോ നിരാകാരരൂപോ വിഭൂത്വാച്ച സർവത്ര സർവേന്ദ്രിയാണം. വിഭൂത്വാച്ച സർവത്ര വ്യാപി എന്നുവെച്ചാൽ ആകാശത്തെ ഉൾക്കൊള്ളുന്നതാണ് ബോധം. ആകാശത്തിൻ്റെ ആദ്യമോ എന്തോ നമുക്കറിയില്ല, സ്പേസ്. അപ്പോൾ ഈ ബോധത്തിൻ്റെ ആദ്യമോ എന്തോ നമുക്കറിയോ? അല്ലേ? ക്ലിയർ അല്ലേ ഇതൊക്കെ? വിഭൂത്വാച്ച സർവത്ര സർവേന്ദ്രിയാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ബോധം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു ചിത് ബോധം മാത്രമാണ്. അപ്പോൾ ആത്മാവിന് കണ്ണ് വേണ്ട കാണാൻ. അപ്പോൾ കണ്ണല്ല കാണുന്നത്, കണ്ണെന്ന് പറയണ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവാണ്. വ്യക്തമായോ? ചെവിയല്ല കേൾക്കണത്, ചെവിയിലൂടെ ബോധമാണ് ചെവി എന്ന് പറയണ ഇൻസ്ട്രുമെൻറ്റിലൂടെ കേൾക്കണത്. മൂക്കല്ല മണക്കണത്, മൂക്കിലെ ഘ്രാണേന്ദ്രിയം എന്ന് പറയണതിൽ ബോധം അതോട് ചേർന്നിട്ട് മണം അറിയണത്. നാവിൽ ഇരുന്നു കൊണ്ട് നാവിൽ വരുന്ന ഭക്ഷണങ്ങളുടെ ടേസ്റ്റ് അറിയണമെന്ന് മാത്രം. ഇപ്പോൾ വിഭൂത്വാച്ച സർവത്ര സർവേന്ദ്രിയാണ്. ആ ആത്മാവിൻ്റെ ഗുണങ്ങളാണ് എൻ്റെ കണ്ണിൽ. അപ്പോൾ കണ്ണിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കണ ആരാ? ആത്മാവാണ്. അപ്പം ഞാൻ കണ്ണോട് ഞാൻ ആരോ നോക്കിയാൽ നമസ്കരിക്കണേ? കണ്ണിലൂടെ നോക്കിയാൽ നമസ്കരിക്കണേ ഞാൻ എന്നെ തന്നെയാണ് അല്ലേ? ഞാൻ എന്നെ തന്നെ നമസ്കരിക്കണത്. അപ്പോൾ കണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോധമാണ്, ചെവിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോധമാണ്, മൂക്കിലൂടെ മണത്തുകൊണ്ടിരിക്കുന്നത് ഈ ബോധമാണ്, നാവിലൂടെ രുചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോധം, ത്വക്കിലൂടെ സ്പർശിച്ചറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോധമാണ്. പക്ഷേ ഈ കണ്ണിന് ആത്മാവിനെ കാണാൻ സാധ്യമല്ല, ചെവിക്ക് ആത്മാവിനെ കേൾക്കാൻ സാധ്യമല്ല, മൂക്കിന് ആത്മാവിനെ മണക്കാൻ സാധിച്ച. പക്ഷെ സർവേന്ദ്രിയാണ്. മനസ്സിലായോ? ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അതിനെ കൊണ്ടാണ്, അത് അതിൽ കൂടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും അതിനറിയാൻ സാധ്യമല്ല.
അഹം നിർവികൽപ്പോ, ഒരു സങ്കല്പവുമില്ല വികല്പവുമില്ല. സങ്കല്പ വികല്പം മനസ്സ്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ ഭാവനയാണ്. നമ്മൾ തുടക്കം തുടങ്ങിയ അവിടെ നിന്നല്ലേ, മനസ്സിൻ്റെ ഭാവനയാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളൊക്കെ. അഹം നിർവികൽപ്പോ നിരാകാര രൂപോ, എനിക്കൊരാകാരവുമില്ല, ഒരു രൂപവും ഇല്ല. വിഭൂത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം, ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, എല്ലായിടത്തും ഇന്ദ്രിയങ്ങളോട് കൂടിയിരിക്കുന്ന ശുദ്ധബോധമാണ്. ന സംഗതം നൈവ മുക്തിർന്ന ബന്ധ, എനിക്ക് ആരുമായിട്ടൊരൊട്ടലില്ല. ജാഗ്രതയിലെ ബന്ധം എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒട്ടലും ഇല്ല. ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ജാഗ്രത കംപ്ലീറ്റ് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ സ്വപ്നത്തിലേക്ക് പോകണം. സ്വപ്നം മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ സുഷുപ്തിയിലേക്ക് പോകണം. സുഷുപ്തിയും ജാഗ്രതയും സ്വപ്നവും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വസ്വരൂപത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ വൃന്ദാവനം ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ വീണ്ടും വൃന്ദാവനത്തിലേക്ക് പോയോ? മറ്റേ മധുര ഉപേക്ഷിച്ചിട്ട് ദ്വാരകയിലേക്കിട്ട് പിന്നെ മധുരയിലേക്ക് തിരിച്ചു പോയോ? ഇതൊക്കെ തത്വങ്ങളൊക്കെ തത്വങ്ങളൊക്കെ അതിലുണ്ട് ഇങ്ങനെ. അത് കഥ, പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട, അതൊന്നും മനസ്സിലാകും. കഥ പറഞ്ഞിങ്ങനെ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ കിട്ടിക്കോളും. അപ്പോൾ അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭൂത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം നചസംഗതം നൈ മുക്തിർന്ന ബന്ധ, എനിക്ക് ഒന്നിനോട് ഒട്ടലില്ല. ജാഗ്രതയോട് സ്വപ്നത്തിനോട് ഒട്ടലില്ല. അതുകൊണ്ടാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ വിട്ട് എനിക്ക് എൻ്റെ സ്വസ്വരൂപത്തിൽ ലയിച്ച് ഇങ്ങനെ ഇരിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വരൂപത്തിൽ ലയിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കണ എനിക്ക് ഇനി മുക്തി ആവശ്യമുണ്ടോ? ബന്ധമില്ല, പിന്നെ മുക്തി ആവശ്യമുണ്ടോ? ബന്ധിക്കപ്പെട്ടവനാണ് ദുഃഖം. അപ്പോൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധനസ്ഥനാണ്. അസംതൃപ്തനാണെങ്കിൽ ബന്ധനസ്ഥനാണ്. അപ്പോൾ ദുഃഖവും ആ ബന്ധനമൊക്കെ അസംതൃപ്തിയൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ബന്ധനസ്ഥനാണെന്നും ആ ബന്ധനത്തിൽ നിന്ന് ഞാൻ സ്വയം മുക്തനാകേണ്ടതാണെന്നും ഇത്തരം ജ്ഞാനം കൊണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞില്ലേ? നമ്മളെവിടെ സഹായിക്കാൻ ആർക്കും ഗുരു ഇത് ഗുരു പറഞ്ഞു തന്നതാ. അപ്പോൾ ഗുരു പറഞ്ഞു തന്നു. അപ്പം ഞാൻ തന്നെ വേണം ഇതിൽ നിന്ന് സ്വയം മുക്തനാകാൻ. അല്ലാണ്ട് വേറെ ഒരു ശക്തി വന്ന് നിങ്ങൾക്ക് മോക്ഷം തരുമെന്ന് നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. ഈസിയായിട്ട് കഥകളിലൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ഈസിയായിട്ട് ഇത് സംഭവിക്കും. എന്നുവെച്ചാൽ സംഗതം, എനിക്ക് ഒരാളായിട്ടും സത്യത്തിലൊരു സംഘമില്ല. ജാഗ്രതത്തിലെ ഭാര്യയല്ല സ്വപ്നത്തിലെ ഭാര്യ, സ്വപ്നത്തിലെ ഭാര്യയല്ല അല്ലേ? സ്വപ്നത്തിലെ വസ്തുക്കളും ഇതിലെ വസ്തുക്കളും വ്യത്യാസമുണ്ട്. പല ബന്ധങ്ങളും നമുക്ക് നോക്കിയറിയാം. പക്ഷേ ആ ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ജാഗ്രതയിലുള്ള ബന്ധം ശരിക്കും സ്വപ്നത്തിലില്ല. സ്വപ്നത്തിൽ വേറൊരു ബന്ധങ്ങളൊക്കെ അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പം അത് ആ സത്യമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതാണ് എൻ്റെ അത്ഭുതം. അപ്പം എന്നുവെച്ചാൽ സംഗതം നൈവ മുക്തിർന്ന ബന്ധ. അപ്പോൾ ഈ ശിവനാണ് ഞാനെന്ന് സ്വയം തിരിച്ചറിഞ്ഞ, ഞാൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ എനിക്ക് മുക്തിയുടെ ആവശ്യമില്ല, ഞാൻ ബന്ധനസ്ഥനായിട്ടില്ല, മുക്തിയുടെ ആവശ്യമില്ല. അതാണ് ശങ്കരാചാര്യർ നചസംഗതം നൈവ മുക്തിർന്ന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ 6 മന്ത്രങ്ങൾ പോരെ സർവവേദം പഠിച്ചതിൻ്റെ സാരമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോഴത്തൊക്കെ ഗുരുവിൻ്റെ കാരുണ്യം, ഇതിനൊക്കെയാണ് ഗുരുകാരുണ്യം. ശങ്കരാചാര്യരുടെ അനുകമ്പയാണ് ഇതായിട്ട് നമുക്ക് കിട്ടിയത്. നാരായണ ഗുരുവിൻ്റെ അനുകമ്പയാണെങ്കിൽ നാരായണ ഗുരുവിൻ്റെ കൃതികൾ, വ്യാസൻ്റെ അനുകമ്പയാണ് വ്യാസൻ്റെ കൃതികൾ, ഭഗവത്ഗീത അല്ലെങ്കിൽ ബ്രഹ്മസൂത്രമൊക്കെ. അതുപോലെ വാൽമീകിയുടെ അനുകമ്പയാണ് വാൽമീകിയുടെ രാമായണവും അതിലുള്ള യോഗവാസിഷ്ടം ഒക്കെ. അപ്പം ഇത്തരം നമുക്കൊരു വലിയൊരു സാഹിത്യം ഈ ആത്മജ്ഞാന സംബന്ധമായിട്ടുണ്ടായിട്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ മനുഷ്യജന്മം വെറുതെയാണെന്ന് അർത്ഥം. അപ്പോൾ ഇത് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കാത്തത്. അത് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഭാവന ഇത് സത്യമല്ല. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നങ്ങളും സത്യമല്ല. അപ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ മുങ്ങിക്കിടന്നിട്ട് ഇതറിയാതെ ജീവിക്കുന്നതിനേക്കാൾ വിഡ്ഢിത്തരം വേറെ ഉണ്ടോ? എന്തു പറയുന്നു സ്വാമി? അല്ലേ? അപ്പോൾ ഈ നമ്മൾ ഈ അറിവിലേക്ക് ഉണർന്ന് ഈ അറിവിൽ അമർന്ന് അത് മാത്രമായി വർത്തിക്കണം. അതാണ് എൻ്റെ ശരി. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. മുരളീധരൻജി
ഇത്രയും നേരമായിട്ട് നമ്മളോട് ഈ സത്സംഗത്തിൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആ വേദാന്ത സാരമാണ് വളരെ ലളിതമായിട്ട് ആ സാരത്തെ നമ്മളിലേക്ക് എത്തിച്ചത്. നമ്മൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യമാണ് അദ്ദേഹം ഇത്രയും നേരം നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്. നമുക്ക് മുന്നേ സഞ്ചരിച്ച ഗുരുക്കന്മാർ അവരുടെ കാരുണ്യം നമുക്ക് മുന്നിൽ ചുരിഞ്ഞിട്ട് പോയത് നമ്മൾ കാണാതെ പോകരുത് എന്ന് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം ഈ സത്സംഗം അവസാനിപ്പിച്ചത്. എന്തായാലും ഇത്രയും നേരം നമ്മളോട്, നമ്മൾ മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പ്രേക്ഷകരോട് ഈ സത്സംഗം പങ്കുവച്ചതിന് അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ജി, നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? വേദകാലം തുടങ്ങി ഇപ്പോൾ വരെയുള്ള എല്ലാ അറിവുകളും വളരെ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥനയോടുകൂടി അത് പൂർണ്ണമാക്കാം. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. ഒന്നും ഇല്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ഈ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ഈ ശരീരവും നീർക്കുമുള പോലെ നിലയറ്റതാവുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം അറിവായി തന്നെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. പ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണമേ. ഓം ശാന്തി ശാന്തി ശാന്തി.